വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പൊ നമ്മളും നമ്മുടെ ഒരു പ്രഭാതം അത് പോസിറ്റീവായി തന്നെ ആരംഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ മാനവീയം വീതിയിൽ നിൽക്കുന്നത്. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളെ തന്നെയാണ് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഞാൻ കുറച്ച് ഹിന്റ് തരാം, അപ്പൊ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ബുള്ളറ്റ് റൈഡറാണ്. കേരളത്തിലെ ആദ്യത്തെ വിമൻസ് ബുള്ളറ്റ് ക്ലബിന്റെ സ്ഥാപകയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച വ്യക്തിയാണ്. അതോടൊപ്പം നമ്മുടെ റൈഡർമാരുടെ എല്ലാം സ്വപ്ന നേട്ടമായ അയൺ ബട്ട് സ്വന്തമാക്കിയ ആളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്വന്തം ഷൈനി ചേച്ചി. വെൽക്കം ടു ദി ഷോ. എങ്ങനെയുണ്ട്? എവിടെ ഇപ്പൊ അവസാനമായിട്ട് പോയിട്ട് വന്നത്? എവിടെ? ആദി കൈലാസിലാണ് അല്ലേ പോയത്? അത് എത്ര നാൾ മുമ്പായിരിക്കും പോയത്? ഈ കഴിഞ്ഞ നവംബറിൽ ഫിനിഷ് ചെയ്ത് വന്നു. ഓ ശരി ശരി. അപ്പൊ നമുക്ക് ആദി കൈലാസിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഷൈനി ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ തന്നെ തുടങ്ങാവുന്നല്ലേ? നമുക്കൊരു എന്താ പറയുക, ആ ഒരു ജേർണിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമുക്ക് ആദി കൈലാസ് വരെ എത്തി നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, അതായത് ഒരുപാട് സ്ത്രീകള് സ്വപ്നം കാണുന്ന ഒരു പദവി എന്നാണോ അല്ലെങ്കിൽ ആ ഒരു ലൈഫിലൂടെയാണ് ഇപ്പൊ ചേച്ചി പോകുന്നത്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അതായത് ഒരു കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ജേർണിയാണ്, ലൈഫാണ് ചേച്ചിയുടേത്. അപ്പം ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പ് പോയത് എങ്ങോട്ടാ? തുടക്കത്തിലാണോ ഉദ്ദേശിക്കുന്നത് അതോ ജീവിതത്തിൽ ആദ്യമായിട്ട്? ഇവിടുന്ന് ലഡാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ടുപേരുമായിട്ടാണ്. പക്ഷെ അത് ഒരു സൈഡ്. സെക്കൻഡ് സൈഡ്, അതായത് ലഡാക്കിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നത് സോളോ ആയിട്ടാണ്. ഓ അത് ശരി. അപ്പൊ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഞാനത് ചെയ്തത്. ഒരു സൈഡ് ഇപ്പോ നേരത്തെ തന്നെ ഞങ്ങളുടെ ആ ഒരു കണ്ടീഷനിൽ ഉണ്ടായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. കാരണം സാധാരണ എല്ലാവരും ലഡാക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ ഡൽഹി ചെന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുക, അല്ലെങ്കിൽ ചണ്ഡീഗഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ലഡാക്ക് ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്ന് അവർ വണ്ടി പാഴ്സൽ ചെയ്ത് വരും. കാരണം എല്ലാവരുടെയും ജോലി കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ 1% റൈഡിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നവര് വൺ സൈഡ് മാത്രം പോകും. പക്ഷെ എന്റെ ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു, എനിക്ക് രണ്ട് സൈഡും പോയി വരണമെന്നുള്ളത്. അപ്പൊ ഒരു സൈഡ് എനിക്ക് അവരുമായിട്ട് ആദ്യം പോയപ്പോ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലായി ഇവരുമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്ന്. അപ്പൊ പിന്നെ എന്തായാലും അവരുടെ ആ പറഞ്ഞതിന്റെ ഒരു ഇതില് ഒരു സൈഡ് പോയി, ഒരു സൈഡ് ഞാൻ ഒറ്റയ്ക്ക് വന്നു. അപ്പം ഈ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതല്ലായിരുന്നു. അത് പക്ഷെ ഒരിക്കലും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു, അങ്ങനെ പോയതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോ അത് എൻജോയ് ചെയ്തു. അങ്ങനെയാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്രകൾ കുറച്ചുകൂടി ചെയ്യാം. ഇത്രയും ലോങ് അല്ലാതെ ഞാൻ മീൻസ് ഷോർട്ട് റൈഡ് ഒരു 5-10 ദിവസം വരെയുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു വലിയ ലോങ് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് അത്. ആ ഒരു ടൈമില് ഇപ്പോ സ്വന്തമായിട്ട് യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളും സ്ത്രീകളും തന്നെ ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ്, വിമൻസ് ക്ലബ്ബ്, അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ആ ക്ലബിലോട്ട് എത്താൻ കാരണം എന്ന് പറഞ്ഞാല് 2007 ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു കുറെ കാലം. അപ്പൊ നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ഞാനെന്നുള്ള ഒരു വ്യക്തി മാത്രം റോഡിൽ ഇങ്ങനെ ഫുൾ ടൈം കണ്ടു തുടങ്ങിയപ്പോ ഒത്തിരി എനിക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നായിരുന്നാലും, എന്റെ സൊസൈറ്റിയിൽ നിന്നായിരുന്നാലും, എന്റെ നാട്ടുകാരുടെ മുമ്പിലായിരുന്നാലും, കുടുംബക്കാരുടെ മുമ്പിലായിരുന്നാലും മൊത്തത്തില് എനിക്കിനി എന്തൊക്കെ പേരുദോഷങ്ങളുണ്ടോന്ന് വെച്ചാൽ ചെയ്ത തെറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഗിയറുള്ള വണ്ടി ഓടിച്ചു. അപ്പോ ഇത് മൊത്തം കേട്ടു. പക്ഷെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എന്റെ പാരന്റ്സ് ആണ്. അപ്പൊ അവരുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം വരെയും ഇവിടെ എത്തി. അപ്പോ അന്ന് ഞാൻ ഇത് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല, ഇവിടെ നിന്നാല് ശരിയാവത്തില്ല എന്നിട്ട് ഞാൻ അങ്ങനെ കുറച്ചു കാലം തൃശ്ശൂര് പോയി നിന്നു. കോട്ടക് മഹീന്ദ്രയിൽ ജോലി മേടിച്ച് അവിടെ പോയി നിന്നു. സ്വന്തം നാട്ടില് തിരുവനന്തപുരമാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴല്ലേ നാട്ടുകാർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവരെന്നെ ചെറുപ്പം മുതലേ കാണുന്നത് ബൈക്കില്ലാത്ത ഷൈനിയാണ്. അപ്പം അടുത്ത ബുള്ളറ്റോടെയുള്ള ഷൈനിയെ കാണുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തൃശ്ശൂര് പോയി. ഞാനൊരു 2010 അവിടെ വരെ നിന്നു. പിന്നെ ഞാൻ കൊച്ചി, കൊല്ലം വഴി വീണ്ടും ഞാൻ 2012 അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ട്രിവാൻഡ്രത്തോട്ട് തന്നെ 2010-11 ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് ഓടിക്കും, പക്ഷേ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 2012 എല്ലാം വിട്ട് ഞാൻ റൈഡിങ് എന്ന ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോ കുറച്ചുകൂടെ മീൻസ് നമുക്കുള്ള നെഗറ്റീവ്സ് കൂടുന്നുണ്ട്. ആ ഒരു ടൈമില് എന്റെ അടുത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്ത് റോഡേ ഇങ്ങനെ പോകുമ്പോ എന്റെ അടുത്തൊന്ന് പലരും ചോദിക്കുമായിരുന്നു,
പിന്നെ ബുള്ളറ്റ് എങ്ങനെ പഠിച്ചു, ആര് പഠിപ്പിച്ചു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരുമ്പോ ഞാൻ പറയും പിന്നെ ഇല്ല, ഞാന് എന്നെ പലരുമായിട്ട് പഠിപ്പിച്ചെടുത്തതാണിത്. ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ ഒരു കസിൻ ബ്രദറാണ്, കോവളത്തെ JJ ഡ്രൈവിംഗ് സ്കൂൾ. അപ്പോ ചേട്ടന് നല്ലൊരു രീതിയിലൊരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാദറിന്റെ അടുത്തോ ബ്രദറിന്റെ അടുത്തോ ആരുടെങ്കിലും ഒക്കെ പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷെ 2014 ആയപ്പോ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, അതിനേക്കാളും നല്ലത് ഞാൻ തന്നെ ഇവരെ പഠിപ്പിച്ചാ പോരെ. അങ്ങനെ ഞാൻ പെൺപിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴും ക്ലബ് എന്നൊരു കാര്യം എന്റെ മൈൻഡിലില്ല. ചോദിച്ചു വരുന്ന കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പഠിപ്പിച്ചിറങ്ങിയപ്പോ അടുത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഈ പഠിക്കുന്നവരെല്ലാം വീട്ടിൽ ചെന്നിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സൊസൈറ്റി ബോയ്സിന്റെ കൂടെ പെൺകുട്ടികളെ റൈഡ് വിടാൻ ഭയങ്കരമായിട്ട് മടിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം പേരാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡ് പോകുന്ന വളരെ ചുരുക്കം പേരാണ്. അപ്പൊ ഈ പഠിച്ചിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ചിന്തിച്ച് അന്നപ്പോ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു കൂട്ടം പെൺകുട്ടികൾ ഇങ്ങനെ സിറ്റിയിലൂടെ പോകുന്നു. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് പോരാടുന്നതും ഒരു കൂട്ടം പോരാടുന്നതും രണ്ട് വ്യത്യാസമാണ്. അങ്ങനെയാണ് ക്ലബ് എന്നുള്ള ഒരു ചിന്തയിലോട്ട് വന്ന് 2016 നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ കനകക്കുന്നിലാണ് ക്ലബിന്റെ ഒരു സ്റ്റാർട്ടിങ്. 24 പേരുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 250ഓളം പേരുണ്ട്. ഇപ്പോ ഏകദേശം ഓൾ കേരള ബേസിൽ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ക്ലബിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും? ഈ 24 എല്ലാ മാസവും എല്ലാ മാസവും ഈ മാസം 23, 24 കൊച്ചി ടീം എല്ലാം കൂടെ ട്രിവാൻഡ്രം, വർക്കല, മൺട്രോ, പിന്നെ കോവളം എല്ലാം ചേർത്തൊരു റൈഡ് അവർ ചെയ്യുന്നുണ്ട് 2 ഡേയ്സിന്റെ. ഇപ്പം ഈ ക്ലബ്ബ് ഏതൊക്കെ ജില്ലകളിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്? ഇപ്പൊ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ട്രിവാൻഡ്രവും കാലിക്കട്ടും, കൊച്ചിയും കാലിക്കട്ടും ഉണ്ട്. ബാക്കിയൊക്കെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു. ഓക്കെ, അത് അധികം വൈകാതെ വരും അല്ലേ? അപ്പം ഈ തുടക്കത്തിൽ ഈ ഭയങ്കര നെഗറ്റീവ്സ് ഒക്കെ കേട്ടു. ഏതെങ്കിലും സമയത്തെ വേണ്ട, ഞാൻ ഇനി ഇല്ല എന്ന് തോന്നിയിരുന്നു? ഇഷ്ടം പോലെ. അപ്പൊ പിന്നെ ആ മൊമെന്റിനെ എങ്ങനെ മറികടന്നു? ക്ലബിന്റെ കാര്യത്തിലാണ്, റൈഡിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ക്ലബിന്റെ കാര്യത്തിൽ അങ്ങനെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി ഒരു റൈഡർ എന്നുള്ള നിലയിലൊക്കെ കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറെയൊക്കെ ചേച്ചി റൈഡ് ചെയ്ത് തന്നെ ഈ കുറ്റം പറഞ്ഞവരെയൊക്കെ കാണിച്ചതിന് ശേഷമല്ലേ ഈ ക്ലബ്ബ് തുടങ്ങാം എന്നുള്ള ആശയത്തിലേക്ക് വന്നത്? മുന്നേ ഞാൻ 2012 ഇവിടെ എത്തിയപ്പോഴേ തന്നെ ഞാൻ മൈൻഡ് ഫുള്ളായിട്ട് ഇതിനു വേണ്ടി ഓക്കെ ആക്കിയിട്ടാ ഞാന്. മീൻസ് എനിക്ക് റൈഡ് ചെയ്യണം. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. കാരണം ഒരിക്കലും നമ്മുടെ നാട്ടുകാര് നമ്മളിപ്പോ ചെറുപ്പത്തിലെ, പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കാരണം എന്റെ നാട്ടുകാർ എന്നെ ചെറുപ്പം മുതലേ കാണാൻ ഞാനൊരു സ്പോർട്സ് പേഴ്സണാ. അന്ന് മുതലേ പിന്നെ എന്തു പറയാനാ അത്ലറ്റ് ആയിട്ടും ഗെയിംസ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ആയിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർ ഇത്രയും തന്നെ എതിർക്കാൻ? എനിക്ക് തോന്നുന്നു ഗിയറുള്ള ഒരു വണ്ടി എടുത്തതിന്റെ ഒരു കാലത്ത് ഓടിച്ചിട്ട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അതാണ് ഇപ്പോഴാണെങ്കിലും, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകള് ബുള്ളറ്റ് ഓടിക്കും, ബൈക്ക് ഓടിക്കുമെങ്കിൽ പോലും നമ്മള് നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു പുരുഷൻ ഇതുവഴി ബുള്ളറ്റ് ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഉള്ള ഒരു നോട്ടമല്ല. ഇപ്പം കുറച്ചും കൂടി പോസിറ്റീവ് വൈബിലാണെങ്കിൽ പോലും, പോസിറ്റീവായിട്ടാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണല്ലോ എന്നാലും അത് പറയും. ആ ഒരു നോർമലൈസേഷൻ വന്നിട്ടില്ല ഇപ്പോഴും. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? പക്ഷെ ഇത്രയധികം സ്ത്രീകൾ വരാൻ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ഹിസ്റ്ററിയുടെ പാർട്ട് ആവണം, അല്ലെങ്കിൽ എന്റെ പേരിലായിട്ട് എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയധികം സ്ത്രീകൾ ഇപ്പം റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, ഞാൻ ഹാപ്പി ആവാറുണ്ട്. ഞാൻ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് ഇത്രയും ലേഡീസ് പുറമെ വന്നത് എന്നുള്ള ആ ഒരു സന്തോഷം എന്റെ മനസ്സിൽ. അവർ ചിലപ്പോ എന്നെ അറിയുന്നുണ്ടാവില്ല, ഞാൻ ആരെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പൊ ചിലപ്പോ എന്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ കളിയാക്കാറുണ്ട്. എവിടെയെങ്കിലും നിൽക്കും പറയും, ചിലവരൊന്നും ചോദിക്കും റൈഡർ ആണോ? അപ്പൊ ഞാൻ പറയും ചിലപ്പോ ഞാൻ മൂളും. ചിലപ്പോ ആക്കി ചോദിക്കാൻ പറഞ്ഞെടുത്ത് ഞാൻ പറയും ഇല്ല, റൈഡർ അല്ല. ചിലരൊന്ന് ചോദിക്കും ഓൾ ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ടോ? ഞാൻ പറയും. അപ്പൊ പിള്ളേരല്ലേ കണ്ടതേ വന്ന ആൾക്ക് ചേച്ചീനെ അറിയത്തില്ല. ഞാൻ ചേട്ടാ എല്ലാവരും അറിയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പം അറിയാമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പറയും, ഞാൻ പറയും ജസ്റ്റ് ഇതുപോലെ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട് എന്ന് പറയും. ഇല്ലാത്തവരാണെങ്കിൽ പുഞ്ചിരിയോടുകൂടെ ഞാൻ അവരെ അങ്ങ് ഫേസ് ചെയ്യും. ശരി ശരി. അപ്പം ഈ ബൈക്ക് ഏതാണ്? ഹിമാലയന്റെ പുതിയതാ. എത്ര ബുള്ളറ്റ് ഉണ്ട് ശരിക്കും ഇപ്പൊ? എന്റെ കയ്യിലുള്ളത് ഒരു 650 ആണ്. പിന്നെ നമ്മുടെ ഇന്റർസെപ്റ്റർ
ഇന്റർസെപ്റ്റർ അതിന്റെ ഫസ്റ്റ് ഓണറാണ് ഞാൻ. അതെ അതെ, ലോകത്തിലെ തന്നെ ആദ്യ വനിതാ ഉടമയാണ് ഇന്റർസെപ്റ്ററിന്റെ. ഹിമാലയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിലെ ആദ്യത്തെ. രണ്ടിന്റെയും കേരളത്തിലെ ഫസ്റ്റ് ഓണറും, ഒന്നിന്റെ വേൾഡ് ഫസ്റ്റ് ലേഡി, ഒന്നിന്റെ ഇന്ത്യ ഫസ്റ്റ് ലേഡി. ഇന്ത്യ ഫസ്റ്റ് ലേഡിയാണ്. ഏതാ കൂടുതൽ ഇഷ്ടം ഓടിക്കാൻ? ഇഷ്ടം ഹിമാലയൻ. ഹിമാലയൻ തന്നെയാണല്ലേ? ഏറ്റവും കൂടുതൽ റൈഡ് പോകുന്നതും ഹിമാലയൻ. ലോങ് റൈഡ് എല്ലാം ഹിമാലയനിൽ തന്നെ. പക്ഷെ ലാസ്റ്റ് ആദ്യ കൈലാസ് ഞാൻ പോയത് പക്ഷെ ഇന്റർസെപ്റ്ററില്ല. ഓ അത് ശരി. എന്നിട്ട് ആ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ ഇന്റർസെപ്റ്ററിൽ പോയത്? അതിന് മുന്നേ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് റൈഡ് ഞാൻ ഒരു ജബൽപൂർ നടത്തി. അതിൽ ഞാൻ പോയത് ഇന്റർസെപ്റ്ററാണ്. 2 ഇന്റർസെപ്റ്റ്, ബാക്കി 3 ഹിമാലയന്. ഇപ്പം ഭയങ്കര കൂളായിട്ട് നമ്മൾ ആദ്യ കൈലാസിൽ പോയ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതത്ര ഇങ്ങനെ പറഞ്ഞു കളയേണ്ട ഒരു സംഭവമല്ല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്ലാൻ ഇല്ലാതെ പോയതാ. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തെ കുറിച്ച് അറിയുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, അവിടെ എത്തുമ്പോ അടുത്ത സ്ഥലത്തെ കുറിച്ച് അറിയുന്നു, അവിടെ പോകുന്നു, അടുത്തൊരു സ്ഥലത്തെ കുറിച്ച്, അങ്ങനെ 1 ബൈ ആയിട്ട് ഞാന് കവർ ചെയ്ത് ഞാൻ എങ്ങനെയോ ആദ്യ കൈലാസിൽ എത്തിപ്പെട്ടതാ. ആണോ? ആദ്യ കൈലാസ് എന്ന ഒരു പ്ലാന് എന്റെ അടുത്ത് നൈനിത്താൾ എത്തുന്നത് വരെയും അങ്ങനെ ഒരു പേരേ ഞാൻ കേട്ടിട്ടില്ല. ഓ അത് ശരി. പേര് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ട്രക്കിംഗ് പ്ലേസ് എന്നുള്ള ഒരു ചിന്തയില്ല. അവിടെ ബൈക്ക് കയറ്റി വിടുമെന്നോ ബൈക്കേഴ്സ് പോകുമെന്നോ എന്നുള്ള ഒന്നും എനിക്ക് അറിവില്ല. ജസ്റ്റ് ഞാൻ പോയപ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ആ സ്ഥലത്ത് പോയിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് കുറച്ചിങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നിൽക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ യാത്ര നടത്തുന്നത്. എന്റെ യാത്ര ആക്ച്വലി ആന്ധ്രാപ്രദേശ് വരെയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയാണ് ഞാൻ പതിയെ ഛത്തീസ്ഗഡായി, അവിടുന്ന് വാരണാസിയായി, അവിടുന്ന് ലക്നൌവായി, അവിടുന്ന് നൈനിത്താളായി, അവിടുന്ന് അൾമോഡയായി, അവിടുന്ന് പിത്തോറഗഡായി, ദർച്ചിലായി, പിന്നെ ആദ്യ കൈലാസിൽ അവസാനിച്ചു. ആദ്യ കൈലാസിൽ എത്തുന്ന ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ വനിതയാണ്. അപ്പം എന്ത് തോന്നി? ഈ റെക്കോർഡ് സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടെ പോണെന്ന് വിചാരിച്ചേ പോയ യാത്ര തിരിച്ച ഒരാളല്ല. പോകുന്ന വഴിക്കൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ വേറൊരു ലേഡി വണ്ടി ഓടിച്ച് കയറിയിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം അത് കേൾക്കുന്നത് മിലിറ്ററിന്റെ അവിടെ ഫസ്റ്റ് ഒരു എൻട്രി ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ ഇന്നർ പെർമിറ്റ് പാസ് റെഡിയാക്കണം. അതായത് നമ്മുടെ മെഡിക്കൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് 100 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇൻഡോ ടിബറ്റൻ ചൈന നേപ്പാൾ ബോർഡറിൽ കൂടെ പോവേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ പാസ് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോ പിന്നെ ഈ ബോർഡറിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അപ്പൊ നേരത്തെ വന്ന് പെർമിറ്റ് എടുത്ത് ആ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് മാത്രമായിരിക്കണം നമുക്ക് പോകേണ്ടത്. മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പാസ് കൊടുക്കുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കാണ് ഒരു മിലിറ്ററിയിൽ അവർ പറയുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഒരു വനിത ഓടിച്ചു വന്നിട്ടില്ല. അപ്പോഴും ഞാനത് അത്രയും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇവര് തന്നെ ഫുൾ ടൈം ഡ്യൂട്ടിയിൽ ഇരിക്കണമെന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഇത് അച്ചീവ് ചെയ്ത് തിരിച്ചിറങ്ങാൻ നേരത്തിന് ഞാൻ താമസിച്ച സ്ഥലം അവിടുത്തെ കുറെ ലോക്കലൈറ്റ്സ് കൂടെ ഒക്കെ വന്നിട്ടാ പറഞ്ഞത് ഫസ്റ്റ് ലേഡിയാണ് നിങ്ങളിവിടെ വന്നേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു ഞാനിങ്ങനെ ഫസ്റ്റ് ലേഡി എന്നൊക്കെ പറഞ്ഞ് ഞാനിതിനെ FBയില് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യപ്പോ എനിക്കൊരു കമന്റ് വന്നു. ഒരു കമന്റ് മീൻസ് എനിക്കൊരു എന്റെ ഇൻബോക്സിൽ ഒരു ലേഡി എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാനും പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നി. അയ്യോ ആക്ച്വലി അവര് പോയതാണെങ്കിൽ ചിലപ്പോ അവരറിയാത്തതായിരിക്കാം. അപ്പോ ഞാനതുകൊണ്ട് ഞാൻ ഇട്ട ഫസ്റ്റ് എന്നുള്ള പോസ്റ്റ് മൊത്തം ഞാനങ്ങ് പെൻവിളിച്ചിട്ട് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ആക്കി. പിന്നീടാണ് ഞാൻ അപ്പൊ ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ അവരെ പ്രൊഫൈൽ പഠിച്ചു നോക്കിയപ്പോൾ അവർ പില്യൺ ആയിട്ടാ പോയത്. പില്യൺ മീൻസ് അവരുടെ ബോയ് ഫ്രണ്ടിന്റെ ബാക്കിൽ ഇരുന്ന് പോയി. അത് ശരി. അങ്ങനെ പോയി. പിന്നെ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബൈ മിസ്റ്റേക്ക് ഞാൻ പില്യൺ ആയിട്ടാ വന്നത്, ഓടിച്ചു പോയ ആദ്യത്തെ ലേഡി നിങ്ങൾ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര വിഷമകരമാണ്. 16,000 മീറ്റർ, അതാണ് 16,000 സംതിങ് ആണ് ഫീറ്റ്. പക്ഷെ ഞാൻ 19,024 ഫീറ്റ് വരെ പോയിട്ടുണ്ട്. വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡായ ഉംലിംഗ്ല പാസില് 2023 22 ഞാൻ പോയിട്ടുണ്ട്. അതാണ് വേൾഡിലെ ഹയസ്റ്റ്. അതിന് മുന്നേ 2017 പോകുമ്പോൾ ഖർദുംഗ്ലായിരുന്നു വേൾഡിലെ ഹയസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഉംലിംഗ്ലായപ്പോ ഉംലിംഗ്ലയും പോയി ടച്ച് ചെയ്തു. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഓടിച്ചു പോയിട്ടുള്ള ആദ്യത്തെ വനിത ഇതിലൊന്ന് ഞങ്ങൾ 3 പേരാ പോയി. 3 ക്ലബിലെ 3 ലേഡീസ് പോയി. അതിലൊരാള് ഞാനാണ്.
പിന്നെ അതിനുശേഷമാണ് ഇപ്പൊ ആദ്യ കൈലാസും പോയത്. എനിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടം. ആ റെക്കോർഡിനോട് എനിക്ക് ഭയങ്കര ഹരമായിരുന്നല്ലേ? ഹരമല്ല, ഇപ്പൊ ഹരമായി പോയി. ഒന്നൊന്നും കിട്ടി. എത്ര ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടാവും? 5 തവണ. എന്റെ ചേച്ചി, ഒരു മനുഷ്യന്റെ ഉണ്ടല്ലോ ജീവിതാഭിലാഷം, അതായത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും 98% ആൾക്കാരും. അവരോടാണ് ചേച്ചി പറയുന്നത് 5 വട്ടം ഞാൻ പോയിട്ടുണ്ടെന്ന്. എങ്ങനെയാ, അതായത് ഇപ്പം ഒരു തവണ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി കഴിഞ്ഞു, പിന്നെയും പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? നേരത്തെ എന്റെ അടുത്ത് ചോദിച്ചില്ല ഒരു ചോദ്യം, അവിടത്തെ എങ്ങനെയായിരുന്നു അവിടത്തെ ഒരു ഇതൊന്നും. അപ്പൊ അവിടെ നിൽക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, ഇനി വയ്യ, ഇനി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു നമ്പർ 1 ആസ്മ പേഷ്യന്റാ. ഓ, അത് ശരി. ഇൻഹേലർ യൂസ് ചെയ്തും ഡൈമോക്സിന്റെ ഗുളിയൊക്കെ കഴിച്ച്, അതായത് ഇപ്പൊ നമ്മള് വണ്ടീന്റെ അടുത്ത് ഇത്രയും നടന്നത് ഞാൻ വളരെ കൂളായിട്ടാണ് നടന്നേ. ഇതേ നടത്തം ഞാൻ ആ സ്ഥലത്താണെങ്കിൽ ഈ വലിയായിരിക്കും, ഞാൻ വലിച്ച് കിതച്ചിട്ടാ ഞാൻ പോകുന്നേ. അപ്പോ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇനി ഞാൻ ഇവിടെ വരത്തില്ല, നിർത്തി, ഇനി എന്നെ കൊണ്ട് പറ്റുന്ന പണിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്ത് ഈ ശ്വാസം കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, താഴെ ഇറങ്ങി വരുമ്പോ തിരിഞ്ഞു നിന്നൊരിച്ചോ അടുത്ത എന്റെ ഒരു ഇതുണ്ട്, ഇനി അടുത്ത് എപ്പോഴും വരാം. ഇത് സ്ഥിരമുള്ള പല്ലവിയാണ്. പറയും ഞാൻ, ഇനി ഞാൻ വരത്തില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി എനിക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ റൈഡ് തുടങ്ങുമ്പോ ഇതൊന്നും എന്റെ മൈൻഡിൽ വരത്തില്ല. എങ്ങനെയെങ്കിലും ആ സ്ഥലം അച്ചീവ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ 2022 ഈ 2 ലേഡീസിനെ കൊണ്ടുപോയ സമയത്ത് അവർക്കൊക്കെ അറിയാം, അതായത് തുർത്തുക്ക് എന്ന് പറയുന്ന വില്ലേജ്, ലാസ്റ്റ് വില്ലേജ് ആണ്. ആ വില്ലേജിൽ നിന്ന് കവർ ചെയ്ത് പാങ്കോങ് ലേക്കിലോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഒരു ചെറിയൊരു റിവർ ക്രോസിംഗ്, അങ്ങനെ ഭയങ്കര വെള്ളമൊന്നുമില്ല. ക്രോസിംഗ് വന്ന് അതിന്റെ മിഡിൽ എത്തിയപ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് വണ്ടി ഫ്രണ്ടിലോട്ടും പോകുന്നില്ല, വണ്ടി ബാക്കിലോട്ടും, കാരണം എന്റെ കൈ അങ്ങ് സ്റ്റക്കായി, ഞാനും അങ്ങ് സ്റ്റക്കായി ഫീലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എനിക്കറിയാം എന്റെ കയ്യിൽ ഇൻഹേലർ ഉണ്ട്, എന്റെ ഈ ഭാഗത്തുണ്ട്, പക്ഷെ ബാഗിന്റെ ഈ ഭാഗത്തുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്റെ കൂടെ വന്ന 2 ലേഡീസ് എന്ന് പറഞ്ഞത് അവര് എന്നെക്കാളും കഷ്ടപ്പെട്ട വണ്ടി ഓടിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്നത് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ല, ഫുൾ ഓഫ് റോഡാ, ഹെവി ഓഫ് റോഡാ. അപ്പൊ ഒരിടത്ത് വണ്ടി വെക്കാനെന്ന് പറഞ്ഞാൽ അവരെ വണ്ടി അവരെ കയ്യിൽ നിന്ന് പോകും, അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ആ വഴി പോയൊരു തമിഴ്നാട് ചേട്ടൻ വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, ശ്വാസം മുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശ്വാസം മുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഹേലർ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, ചേട്ടൻ എടുത്ത് എനിക്ക് ലാസ്റ്റ് അടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മള് ഈ റൈഡേഴ്സ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോ, ഇപ്പൊ ഞാൻ ആദ്യം 2017 എനിക്ക് തെറ്റായ തീരുമാനമാണെങ്കിലും പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് വന്നതിനനുസരിച്ച് നല്ല സപ്പോർട്ടുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഈ സ്ത്രീകളെ അതായത് വിടാൻ സമ്മതിക്കാത്തത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കുറവുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ അവര് പറയുന്ന ഒരു മെയിൻ കാര്യം, സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര പോയി കഴിഞ്ഞാൽ സുരക്ഷിതമല്ല, ഓർത്ത് പേടിച്ചിട്ടാണ്, യാത്ര ഓർത്ത് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ്, ആളുകളൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഓർത്തിട്ടാണെന്ന്. അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആകപ്പാടെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് ഞാൻ ജബൽപൂർ എത്തിയ ഒരു സമയത്ത് മാത്രമാണ്. അതായത് അതും ഞാൻ 2022 മോന്റെ അഡ്മിഷൻ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞിട്ട്, അത് ഏപ്രില്. അപ്പൊ ഞാന് അവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു അപ്പോഴല്ല ആ സെപ്റ്റംബറിൽ ഞാനൊരു ജബൽപൂരിലെ റെക്കോർഡ് അറ്റംപ്റ്റ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിലോട്ട് തിരിച്ചു വരാൻ വീണ്ടും 2800 കിലോമീറ്റർ ഉണ്ട്. നോക്കിയപ്പോ 900 കിലോമീറ്ററേ ഉള്ളൂ മോന്റെ അടുത്ത് എത്താൻ. അപ്പൊ ഞാൻ നേരെ യാത്ര മോന്റെ അടുത്തോട്ടാക്കി. അപ്പൊ ഈ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ അത് എന്റെ ബൈ മിസ്റ്റേക്ക് കൂടെ ആയിരിക്കാം ചിലപ്പോ, ഞാൻ റൂട്ട് നോക്കുന്നില്ല, ഒരു കാട്ടിനകത്തൂടെ പോകുന്നത്. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ. പക്ഷെ ഈ പോകുന്ന വഴിക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വലിയ കാടിനകത്തൂടെയാ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഗൂഗിൾ പേയോ ഒരു നെറ്റോ ഒന്നുമില്ല. ലാസ്റ്റ് എനിക്കൊരു ഉച്ച കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു ചോളം വിൽക്കുന്ന ചേട്ടനെ. അപ്പൊ ഞാൻ ഇത് എന്തായാലും അവിടെ ചെന്ന് ചോളം എങ്കിലും കഴിക്കാം, കാരണം വിശന്നു പോയി, വെള്ളവും കുടിച്ച് ചോളവും കഴിക്കുമ്പോ ഓക്കെ ആവുമല്ലോ വെച്ചിട്ട് ഞാൻ ചോളം വാങ്ങി ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോ ഒരു ആളായി വന്ന് എവിടെ നിന്ന് വരുന്നു, രണ്ടാമത്തെ ആളായി എവിടെ നിന്ന് വരുന്നു, മൂന്നാമത്തെ ആളായി അവസാനം ചോദിച്ചു ആ വില്ലേജ് മൊത്തം അവിടെ വന്നു. പിന്നെ ഞാൻ എന്തിന് വന്നു, ഞാൻ എവിടെ പോണു, എന്തിനു പോണു എന്നുള്ളതായി, നിങ്ങൾ മാവോയിസ്റ്റ് ആണോ പോലീസാണോ, പിന്നെ ആ ചോദ്യമായി ഏകദേശം എന്റെ ഒരു 4-4.5 മണിക്കൂർ സമയം അവിടെ പോയി കിട്ടി. അവസാനം അവർക്ക് മനസ്സിലായി. ഞാനപ്പോ
നെറ്റില്ല, ഗാലറിയിലൊക്കെ കിടന്ന് എന്റെ ഫോട്ടോസ്, എന്റെ മോന്റേത് ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ റൈഡറാണ്, ഞാൻ ഇതല്ല, മീൻസ് ഞാൻ എന്റെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ്, മോന്റെ അടുത്ത് പോകണം. അപ്പൊ ഞാൻ ഇതെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് അവരെന്നെ അവസാനം പോകാൻ അനുവദിച്ചു. അപ്പൊ പോകാൻ അനുവദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോയി നേരെ ഞാൻ ചെന്ന് എനിക്ക് ഝാൻസിയിലെത്തണം. അപ്പൊ ഞാൻ നേരെ ചെന്ന് നാഷണൽ ഹൈവേ കയറി. ഏകദേശം ഇരുട്ടി 9 മണിയൊക്കെ ആയപ്പോ എന്റെ ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്റെ UP-യിലുള്ള പോലീസ് സുഹൃത്തുക്കളൊക്കെ അറിയുന്നവരെല്ലാം വിളിച്ചിട്ട് പിന്നെ എന്നെ എല്ലാരും കൂടെ തെറി പറയാൻ തുടങ്ങി. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ രാത്രിയിൽ ഈ റൂട്ട് വണ്ടി ഓടിക്കാൻ? അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ രാത്രി വണ്ടി ഓടിക്കുന്ന വ്യക്തിയല്ല. ഞാൻ അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ മാത്രമേ രാത്രി യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും രാത്രി യാത്ര ചെയ്യരുത്. ഈ 4.5 മണിക്കൂർ നിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ 6 മണിക്കിപ്പുറം എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ചെയ്ത അടുത്തതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇറങ്ങേണ്ടതായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു യാത്ര ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഒരു 4 മണിക്കോ 4:30ക്കോ ഇറങ്ങി വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പേ ഡെസ്റ്റിനേഷൻ എത്തുക. ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഈ ആളുകള് ഉപദ്രവിക്കോ അല്ല അങ്ങനെ മിക്കവാറും ഒക്കെ നമുക്ക് ഈ നോർത്ത് ഇന്ത്യ സൈഡിൽ പോയ പിടിച്ചു പറി കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവര് ചിലപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോ നമ്മൾ ഈ റൈഡിംഗ് ഗിയറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ ഒരിക്കലും അവർ അറിയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ എന്റെ ഈ തലമുടി ഉണ്ട് കാരണം മാത്രം പെണ്ണാണെന്ന് ഇന്ന് ചെക്കന്മാരും മുടി വളർത്തുന്നത്. അതെ അതെ ശരിയാ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ പിടിച്ചു പറിക്കാനായിരിക്കാം ചിലപ്പോ അവർ നിർത്തുന്നത്. പിന്നെ ആയിരിക്കാം അവർ അറിയാൻ പോകുന്ന പെണ്ണാണെന്ന് പോലും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ റോഡിന്റെ കണ്ടീഷൻ പോലും നമുക്ക് അറിയത്തില്ല എങ്ങനത്തെ റോഡാണ്. 3, നമുക്ക് ഈ വണ്ടി വഴിയിൽ വെച്ച് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാല് നമ്മളൊന്ന് ബുദ്ധിമുട്ടണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന ആള് ബുദ്ധിമുട്ടണം. എത്രയോ പേരെ നമ്മളൊരു രാത്രി കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം സേഫ് ആണോ ഇല്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ഒറ്റപ്പെട്ട വല്ലതും സ്ഥലങ്ങളും ആണെങ്കിൽ ഇപ്പൊ ഈ ലാസ്റ്റ് ജാർഖണ്ഡിൽ ഒരു സംഭവം നടന്നു. ഇപ്പോ ഭയങ്കര സങ്കടമുണ്ട് ആ ഒരു സംഭവത്തില്. കാര്യം എന്ന് വെച്ചാല് ഒരു ഹസ്ബൻഡും വൈഫും വരുന്ന ടൈമിലാണ് അവർക്ക് ഈ ഒരു പീഡനം കിട്ടുക. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡ് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും മാവോയിസ്റ്റുകളെയൊക്കെ നമ്മൾ പേടിക്കുന്ന ഒരു പിന്നെ സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ UP-ന്റെ ഭാഗങ്ങള്, ബീഹാറിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മള് എന്താ പറയാനാ ടെൻഷൻ അടിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു കണക്കിന് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യം, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പറ്റുമെങ്കിൽ അത്യാവശ്യം ആ സ്ഥലത്തിനെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുക. അവിടുത്തെ വ്യക്തികൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ യാത്ര തുടരുക. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. കാരണം ഈ ഇവർക്കൊന്നൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇവരൊന്നും സാക്ഷരതയോ അങ്ങനെയൊന്നും ഇല്ല. മീൻസ് അവർക്ക് നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ വയനാടൻ കാടുകളിലൂടെയോ അല്ലെങ്കിൽ വല്ല മൂന്നാറിന്റെ കാടുകളിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോഴും പഴയ ഒരു രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ തന്നെയല്ലേ മറ്റു സ്ഥലങ്ങളിൽ. നമ്മളിപ്പോ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ കൂടെ അല്ലെങ്കിൽ കൊച്ചി സിറ്റി കൂടെ പോകുന്ന ലെവലില് നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന വയനാട് കാടുകളിൽ കൂടെ രാത്രി പോകുമോ? ഒരിക്കലും പോകത്തില്ല. മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത. മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരുണ്ട്. പക്ഷെ നൈറ്റ് റൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവിടെ നിന്ന് ബാംഗ്ലൂരൊക്കെ അവരെല്ലാം രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ അവർ സ്ഥിരം പോകുന്നവരാ. അപ്പൊ ഞാൻ അതിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, രാത്രിയിൽ വണ്ടി പണി കിട്ടിയിട്ടൊക്കെ ഇരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് രാവിലെ റൈഡ് ചെയ്താൽ പോരെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് വൈകുന്നേരം 6 മണിക്ക് മുമ്പേ പിടിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, രാവിലെ കഴിച്ച് വണ്ടി ഓടിക്കുക. ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു ട്രിപ്പിന് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ചേച്ചി സൂചിപ്പിച്ചു, ഒന്ന് ആ സ്ഥലത്തിന്റെ ജോഗ്രഫി പഠിക്കുക, അവിടുത്തെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ അല്ലാതെ സോഷ്യൽ എക്കണോമിക് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അല്ല, ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ വണ്ടീന്റെ കണ്ടീഷൻസ് ഉണ്ട്, വണ്ടി നോക്കണം. അതുപോലെ തന്നെ ഫുൾ റൈഡിംഗ് ഗിയർ ഇടുക. ഇപ്പം ഇവിടെ വരെ വന്നതുകൊണ്ട് ഞാനൊരു ജാക്കറ്റ് മാത്രം ഇട്ട് വന്നു. ജീൻസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, റൈഡിംഗ് പാൻസ് ആണ്, ബൂട്ടാണ്, ഗ്ലൗസ് ഉണ്ട്, പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മളെ സുരക്ഷയ്ക്ക്, കാരണം ഈ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ എത്രയോ ആക്സിഡന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹെവി ആക്സിഡന്റ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാല് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടതെല്ലാം തന്നെ റൈഡിങ് ഫുൾ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് റൈഡ് ചെയ്യുന്നവരടുത്ത് എനിക്ക് പ്രത്യേകിച്ച് റൈഡ് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നവരുണ്ട്, ഇവ റൈഡിങ്ങിലോട്ട് കാലെടുത്ത് വെച്ചവരുണ്ട്, അവരുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡിംഗ് ഗിയർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതേപോലെ
ഈ റൈഡ് ചെയ്ത് പോയാൽ മാത്രം പോരല്ല, ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ല, അത്യാവശ്യം ഈ വണ്ടി നന്നാക്കാനും ടയർ മാറ്റിയിടാനും ഒക്കെ കൂടി പഠിക്കണം. പഠിക്കണം, പക്ഷെ എനിക്കത് അറിയത്തില്ല. ഞാൻ ആ എക്സ്പ്രഷനിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാല് ഇത്രയും വർഷമായിട്ട് ഞാൻ റൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം വണ്ടി ഇവിടുന്ന് കണ്ടീഷൻ ചെയ്ത് പോകും. ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് വന്നിട്ടില്ല വെച്ചാൽ കംപ്ലൈന്റ് വരും. അപ്പത്തേക്ക് ഞാൻ റോയൽ എൻഫീൽഡിനെ വിളിക്കും. സത്യം പറഞ്ഞാല് ഈ നിമിഷം വരെ നല്ലൊരു സപ്പോർട്ടാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ ജേർണിയിലൊക്കെ? ഞാൻ ഇവിടുന്ന് യാത്ര പോകും മുമ്പേ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടോ ഞാൻ ഇറങ്ങുവാണ്, വഴിയിലൊന്ന് എന്റെ വിളി വരും, എനിക്ക് വരാം. അപ്പോ ഒരു റൈഡ് പോകുന്ന സമയത്ത് ഞാൻ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അല്ലാത്ത സമയത്ത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ സ്റ്റേറ്റ് ഹെഡിനെയൊക്കെ സർവീസിന്റെ വിളിച്ചു കഴിഞ്ഞാല് പുള്ളി വേണമെങ്കിൽ കോള് കട്ട് ചെയ്യാം, എടുക്കാതിരിക്കാം. പക്ഷെ ഞാനൊരു ഓൾ ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു മെയിൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കും. പുള്ളിക്ക് അറിയില്ലെങ്കിൽ പിന്നെ അത് പോയിട്ട് ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ ഞാൻ യാത്ര ചെയ്താൽ തന്നെയും എനിക്ക് വിളിക്കാനായിട്ട് എനിക്കൊരു വ്യക്തി എന്ന് പറയാം, മീൻസ് സ്വന്തം ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഇപ്പോഴത്തെ സർവീസ് ASM ഉണ്ട്, ലാരൻ ജോസഫ്. പുള്ളിക്കാരനാണ് മൊത്തത്തിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താവശ്യം വന്നാലും ഏത് സ്ഥലത്ത് നിന്ന് ആവശ്യം വന്നാലും ഞാൻ അവിടെ നിന്ന് വിളിക്കും. കാരണം ഇതുപോലെ എന്റെ വണ്ടിയിൽ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണ്. അപ്പോഴേ മാം അവിടെ വെയിറ്റ് ചെയ്യൂ, എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലം, അല്ലെങ്കിൽ എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിന്റെ ലൊക്കേഷൻ തരും. ഇല്ല എന്റെ വണ്ടി ഓടുന്ന കണ്ടീഷൻ അല്ല എങ്കിൽ എവിടെയാണ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അടുത്തുള്ള ഷോറൂമിലെ നിയറസ്റ്റ് ഷോറൂമിലുള്ള ആൾക്കാർ വന്ന് വണ്ടി നന്നാക്കി എന്നെ ഭംഗിയായിട്ട് തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. ചേച്ചി ആയതുകൊണ്ടാണോ അവരുടെ ഹെൽപ്പ്, അതോ റോയൽ എൻഫീൽഡിൽ ആര് യാത്ര ചെയ്താലും ഇങ്ങനെ ഒരു അത്യാവശ്യം അവര് RSA നല്ല സപ്പോർട്ടുണ്ട്. RSA എടുത്തിട്ടുള്ള എല്ലാവർക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷമായിട്ട് റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പരിഗണന അവരെനിക്ക് തരുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും റൈഡേ ഭ്രാന്ത് ഇത്രയും റെക്കോർഡുകൾ ഇട്ടാറുണ്ടല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ അത്. അപ്പൊ ചേച്ചി നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞാലോ? തീർച്ചയായിട്ടും. അപ്പൊ ഷൈനി ചേച്ചിയിലേക്ക് നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒന്നര പതിറ്റാണ്ട് വെബ്സൈറ്റ് ഇൻസ്റ്റയിലും സെയിം നെയിം. വെൽക്കം ബാക്ക്. മോർണിംഗ് വെബ്സിൽ എന്നോടൊപ്പം ഉള്ളത് ഷൈനി രാജ്കുമാറാണ്. അപ്പൊ ചേച്ചി നമുക്ക് കുറച്ച് വാർത്തകളും കൂടി നോക്കിയിട്ട് വരാം അല്ലെ നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക്. അപ്പം ഇപ്പൊ ഇലക്ഷനാണ്, ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ തന്നെ നോക്കാം. വോട്ടിംഗ് എത്തി. അപ്പൊ നമ്മൾ വാർത്തയിലേക്ക് പോകുമ്പോൾ ഈ റൈസും പെൻഷൻ വിതരണവും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ കബളിപ്പിക്കലാണ് എന്ന് KC വേണുഗോപാൽ. സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. CAA എന്നത് മതത്തിന്റെ പേരിൽ വിഭജന രാഷ്ട്രീയത്തിനുള്ള നീക്കമാണ്. ഇതിന് കോൺഗ്രസ് മറുപടി നൽകുമെന്നും KC വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടിട്ട് തിരികെ എത്താം. ആലപ്പുഴ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പര്യടനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ആലപ്പുഴയിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന KC വേണുഗോപാൽ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് സംഘടനാ തിരക്കുകളുണ്ട്. ഇടക്കൊന്ന് വന്നു, വീണ്ടും പോയി, വീണ്ടും വരുന്നു. ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുള്ളൂ ആലപ്പുഴയിൽ? സംഘടനാപരമായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പഴയതുപോലെ പൂർണ്ണമായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് എനിക്ക് ആലപ്പുഴയിലെ ആൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടെ എല്ലാ ദിവസവും ഞാൻ എവിടെയായാലും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ CAA അടക്കമുള്ള വിഷയങ്ങൾ, അതായത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മതം ഒരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം ഒരു അസംതൃപ്തി അല്ലെങ്കിൽ സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട്? അതാണൊരു ലക്ഷ്യം. ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്? ഈ ബില്ല് കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസവും കഴിഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയിട്ട്. ഈ 4 വർഷവും 3 മാസവും ഒരു കാര്യം ചെയ്യാതെ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ജനങ്ങളെ വിഭജിക്കുക, ജനങ്ങളെ 2 തട്ടിലാക്കുക, ആ തട്ടിലാക്കി അവരെ തമ്മിലടിപ്പിക്കുക, അവരെ ഒരു രണ്ട് തരം പൗരന്മാരെ ഉണ്ടാക്കുക. ഇവരാണോ രാജ്യം ഭരിക്കുന്നവർ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലല്ലേ രാജ്യത്തിലെ ഗവേണൻസ്? നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ പോരാടും, ചിലർ ജയിക്കും, ചിലർ തോക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞവർ എല്ലാവരുടെയും ഗവൺമെന്റല്ലേ ഉണ്ടാക്കേണ്ടത്?
ഇതിപ്പോ അങ്ങനെയാണോ? ഇത് അവർക്കൊറ്റ ലക്ഷ്യം, ജനങ്ങളെ വിഭജിച്ചാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അലയുകയാണ്, അൺഎംപ്ലോയ്മെന്റ് അതിന്റെ പീക്കിലാണ്. കൃഷിക്കാരുടെ സമരം നമ്മൾ കണ്ടു, അവരൊന്ന് കേൾക്കാൻ പോലും തയ്യാറല്ല. വിലക്കയറ്റം രൂക്ഷമാണ്, സഹോദരിമാരുടെ പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാണ്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചുകൂടുക, ഇതിനൊന്നും മറുപടിയില്ല. ഇതിനെല്ലാം ഉത്തരവായിട്ട് അവരാകെ കൊടുക്കുന്ന ഒരു ക്യാപ്സൂൾ പോളറൈസേഷൻ. ഇന്ത്യ മുന്നണി എങ്ങനെയായിരിക്കും ഈ വിഷയങ്ങളെ മറികടക്കാൻ? കാരണം അയോധ്യ വരുന്നു, രാമക്ഷേത്രം വരുന്നു, അതിന് പുറകെ ഇപ്പൊ പുതിയൊരു അജണ്ട വരുന്നു. ജനങ്ങൾ അവരുടെതെല്ലാം ഡൈവേഴ്സിറ്റി ടാക്ടിക്സ് ആണ്. ഞങ്ങൾ ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ. ഈ പ്രകടന പത്രിക അടക്കമുള്ള വിഷയങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്? കൃത്യമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യം? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ ഓരോന്നോരോന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സംസ്ഥാനത്തിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മറ്റു ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് അവർക്കും കൂടെ ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാനിഫെസ്റ്റോകൾ ഉണ്ടാവും. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വരും. അവസാനം ഇന്ത്യ മുന്നണിയുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകളും ഉണ്ടാവും. പ്രഖ്യാപനം വരാത്തത് കൊണ്ടാണോ സ്ഥിരമായി ഇവിടെ ഇങ്ങനെ കാണാത്തത്? അല്ലല്ല, സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ്. ഇന്നും നാളെ ഞാൻ ഇവിടെ ഉണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സംഘടനാ ചുമതലയിൽ നിൽക്കുമ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും മിക്ക ഞായറാഴ്ചകളിലും ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ. തീർച്ചയായിട്ടും എനിക്ക് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ റോഡ് ഷോ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ആളുകളുടെ മുഖത്തുള്ളത് നോക്കുമ്പോൾ സത്യത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചുവരവ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് എനിക്കൊരു നഷ്ടബോധമുണ്ട്, കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഒരു നഷ്ടബോധം. അത് ഒരു അർത്ഥത്തിൽ ആ നഷ്ടബോധത്തിൽ നിന്നുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആലപ്പുഴ വിട്ടൊരു കർമ്മരംഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വടകര അടക്കമുള്ള ഇടങ്ങളിലെ ഒരു ആവേശം കാണുമ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായും ട്രെൻഡുണ്ട്. അത് കേരളത്തിൽ പൂർണ്ണമായും ട്രെൻഡുണ്ട്. ആ ട്രെൻഡിനെ ഭയപ്പെട്ടുകൊണ്ടാണ് രണ്ട് മുന്നണികളും, BJPയും CPM രണ്ടും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പം അവർക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ, കോൺഗ്രസ്. ട്രെൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ആലപ്പുഴയിലാണെങ്കിലും നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നോക്കുകയാണെങ്കിൽ NDA സ്ഥാനാർത്ഥികളൊക്കെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതലായി ടാർഗറ്റ് ചെയ്യുന്നത് താങ്കളെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതെനിക്ക് അഭിമാനമല്ലേ. NDA എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കോംപ്രമൈസ് ഇല്ലാതെ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിലാണ്. പിന്നെ അവർക്കിവിടെ രണ്ടുപേർക്കും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ രണ്ടുപേരും ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ എന്തിനായിട്ട് എന്താണ് BJP ചെയ്യുന്നത്? ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ കേരളത്തിലെ ഗവൺമെന്റിനെ ഇത്രയും ഗവൺമെന്റ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിൽ പോലും അവരുടെ ഭാഗത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഗവൺമെന്റ് പേടിപ്പിക്കും. അന്വേഷണം ഏത് അന്വേഷണമാണ് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ആളുകളെയൊക്കെ വീണ്ടും കണ്ടു. കുറെ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആ റാലി പോയപ്പോഴത്തേക്കും ആ ഷോയ്ക്കിടയിൽ കുറെ ആളുകളെ, പഴയ ആളുകളെയൊക്കെ വീണ്ടും അടുത്ത് കാണാൻ, ഒരുപക്ഷെ തിരക്കുകൾ മൂലം കുറെ ആളുകളെ ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ? പഴയ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊരു വികാരപരമായിട്ടുള്ള ഒരു വല്ലാത്ത കൂടിച്ചേരലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാം നമ്മുടെ ഭാഗം തന്നെയെങ്കിലും ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു വന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഭാവം, അത് എനിക്ക് പകർന്നു നൽകുന്ന അനുഭവങ്ങൾ ഒക്കെ തന്നെ വിവരണാതീതമാണ്. എനിക്ക് അത്തരത്തിൽ ഇത് പറയുന്നത് അതിശയോക്തിയോ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ അല്ല, ഞാൻ എന്റെ പഴയ കാലത്തും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ഞാൻ ജീവിതത്തിൽ എത്ര മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും ആലപ്പുഴയിലെ ജനങ്ങളുമായിട്ടൊന്ന് ഇടപഴകുമ്പോൾ ആ സംഘർഷങ്ങളെല്ലാം ലൈറ്റായിട്ട് അപ്രത്യക്ഷമാവുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഹൃദയ അടുപ്പം അവരുമായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ആളുകളെ നേരിട്ട് അറിയുന്നവർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ വീട് എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചതാണ്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി മതം നോക്കാറില്ല, ആരുടെയും ശുപാർശക്കത്ത് വേണ്ട. അവർക്കെല്ലാം നേരിട്ട് ഇവിടെ വരാം, പറയാം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല, പക്ഷേ പരമാവധി കാര്യങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട്, കുറേ കാര്യം നടക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം അവരുടെ മുഖത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സംസ്ഥാന സർക്കാർ അടുത്ത ദിവസം പെൻഷൻ വിതരണം നടത്താൻ പോകുന്നു. ഇപ്പോൾ കെയറൈസ് ഇറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഔട്ട്ലെറ്റുകളിൽ പലയിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമായിട്ടാണോ? എന്താണ് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുക? 6 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ജനങ്ങൾ നിലവിളിക്കുകയാണ്. അമ്മമാരും അതുപോലെ വൃദ്ധജനങ്ങളൊക്കെ നിലവിളിക്കുകയാണ്. അവരുടെ 6 മാസക്കാലമായിട്ട് അവർക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടിയിട്ടില്ല. അതിൽ കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്നത്. ഇതെന്താ ഇലക്ഷനുള്ള കൈക്കൂലിയാണ്? അവർക്ക് കിട്ടേണ്ടതല്ലേ? ഇലക്ഷൻ തൊട്ട് മുമ്പാണ് അവർക്ക് കൊടുക്കേണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് പിടിപ്പുകേട് ആണ് യഥാർത്ഥത്തിൽ ഇത്, അല്ലാതെ ഗവൺമെന്റ് നേട്ടമല്ലല്ലോ. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ലതാണോ? അവർക്കെല്ലാം മനസ്സിലാവും. എല്ലാവർക്കും. കേരളത്തിൽ എത്ര സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്? 20-20 20-20 20-20 ഞങ്ങൾ കഴിക്കും.
എന്തായാലും ഇനി അടുത്ത കഴിഞ്ഞ ദിവസത്തിൽ നിർത്തിവെച്ച റോഡ് ഷോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോയിൽ. അത് കരുനാഗപ്പള്ളി ഉണ്ട്, ഞങ്ങൾ 3 കൺവെൻഷൻ ഉണ്ട് ഇന്ന്. ആലപ്പുഴ, അരൂർ, ചേർത്തല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കരുനാഗപ്പള്ളിയിൽ വൈകുന്നേരം 6:30 മണി മുതൽ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ റോഡ് ഷോ ഉണ്ട്. പിന്നെ കായംകുളം മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് സംഘടനാ ചുമതലകൾക്കിടയിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കെ.സി. വേണുഗോപാൽ മണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന റോഡ് ഷോയ്ക്ക് ശേഷം അതിന്റെ തിരക്കുകൾക്കിടയിൽ പിന്നീട് വയനാട്ടിലേക്ക് മടങ്ങിപ്പോണ്ടി വന്നു. റോഡ് ഷോ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് തിരക്ക് വഴിയോരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും പഴയ ആളുകളുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വകയൊരുങ്ങിയത് മാത്രമല്ല, കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ആലപ്പുഴയെ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയോടെ. എന്തായാലും വലിയ പോരാട്ട ചൂടിൽ നിൽക്കുന്ന ആലപ്പുഴയിൽ വളരെ ശ്രദ്ധേയമായ മണ്ഡലമാക്കി കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം മാറ്റുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വെൽക്കം ബാക്ക്. ചേച്ചി, ആളുകളൊക്കെ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഷിജി ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ചോദിക്കുന്നു, ഡ്രൈവിംഗ് പഠിക്കാൻ കോൺടാക്ട് നമ്പർ തരാമോ എന്ന്. കൊടുക്കാമല്ലോ, കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ കൊടുത്തോളൂ. 9048202083 ഇത് എന്റെ നമ്പറാണ്. ഇല്ല എങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഷൈനി രാജ്കുമാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷൈനി CV എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും എന്റെ പേര് കിട്ടും. അതേ തന്നെ യൂട്യൂബിൽ നോക്കിയാലും കിട്ടും, FBയിൽ നോക്കിയാലും കിട്ടും. നമ്മൾ ഈ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നില്ലല്ലോ? ഉണ്ട്, ക്ലബിൽ മെമ്പർഷിപ്പ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് വേണ്ട. ക്ലബിൽ നിന്ന് റൈഡ് ചെയ്യാൻ ക്ലബിലെ മെമ്പർഷിപ്പ് വേണം. പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവരെല്ലാം ക്ലബിൽ ജോയിൻ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെ ഒരു ക്ലബിന്റെ കൂടെ നിന്ന് റൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ക്ലബിൽ വന്നാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വന്തം പറക്കാൻ കഴിവുള്ളവൻ പറക്കട്ടെ എന്നാണ് ഞാൻ പറയണേ. ഒരിക്കലും ഒരു ക്ലബിന്റെ ആവശ്യം അവർക്കില്ല. ഇത് ഞാൻ ഇത്രേ ജസ്റ്റ് കാണുന്നുള്ളൂ. ഒരു പെൺകുട്ടികൾക്ക് കയറി ഇറങ്ങി ഒന്ന് ഓക്കെ ആവാൻ അല്ലെങ്കിൽ ബോൾഡ് ആവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഡോൺലെസ് റോയൽ എക്സ്പ്ലോറേഴ്സ് എന്ന് പറയുന്ന കേരളത്തിലെ ഈ ഫസ്റ്റ് വിമൺ ബുള്ളറ്റ് ആൻഡ് റൈഡിംഗ് ക്ലബിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ തുടക്കത്തിൽ ഈ ദൂരയാത്രയൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സ്ത്രീകൾക്ക് ഒരു പക്ഷേ കൂട്ടമായിട്ട് പോയി ഒന്ന് പരിശീലിക്കുന്നത് നല്ലതാണോ? അല്ല, ഇപ്പോഴും അങ്ങനത്തെ പെൺകുട്ടികള് ഫാമിലി ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പൊ അവരെല്ലാം ഇവിടെ നിൽക്കും. പിന്നെ കുറെ പേർക്ക് പെൺകുട്ടികളോടെ തന്നെ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഇഷ്ടം. അപ്പൊ അവരിവിടെ തന്നെ നിലനിൽക്കും. അല്ലാത്തവരൊക്കെ ഇപ്പൊ ബോയ്സിന്റെ കൂടെ പോവാൻ പിന്നെ ആപ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർ ബോയ്സിന്റെ കൂടെ പോവും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ പോകുന്നവരുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നവരുണ്ട്. അവരൊക്കെ ഞാൻ പറയുന്ന പോകട്ടെ. പക്ഷെ ക്ലബിൽ വരാൻ അല്ലെങ്കിൽ പെൺകുട്ടികളോട് മാത്രം അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഞാൻ ആരെയും ഒരിക്കലും നിർബന്ധിക്കും. ആരും ഇല്ലെങ്കിൽ ഞാൻ റൈഡ് പോകും. അത്രേ ഉള്ളൂ. അപ്പോഴേ ഈ കാര്യം പറഞ്ഞാൽ ഈ ബുള്ളറ്റ് പഠിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ? വണ്ടി പഠിക്കാൻ വലിയ ഇതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മള് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു മേഖലയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ശരിയായിരിക്കാം. നമ്മളെ പണ്ട് മുതലേ പെണ്ണ് എന്ന് പറഞ്ഞ് വളർത്തിയത് കൊണ്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ഈവൻ ഞാൻ ചിലപ്പോൾ ചില ഹൈ ആൾട്ടിറ്റ്യൂഡിന്റെ ചില സ്ഥലത്തോ ചിലപ്പം ഈ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നതാണ് എന്റെ അവസ്ഥ. ചിലപ്പം വെള്ളത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ വലിക്കാറുണ്ട്. ദൈവമേ എന്നെ കൊണ്ട് ക്രോസ് ചെയ്യാൻ എനിക്കെന്തോ ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ റിവർ ക്രോസ് ചെയ്യില്ല എന്നല്ല, ഞാൻ ക്രോസ് ചെയ്യും. പക്ഷെ എനിക്ക് അത് റിവർ ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വേണ്ടേ? അങ്ങനെ എനിക്കുള്ള പ്രോബ്ലം അതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോകുന്ന സമയത്ത് വെള്ളം കാണുമ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ട് സത്യം എത്ര പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന്. ആക്ച്വലി എനിക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഞാൻ നിന്ന് 2 വട്ടം ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഉൾഭയം എനിക്ക് ഉണ്ട്. പക്ഷെ ചേച്ചി സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിനെ അതിജീവിച്ച ആളാണ്. ദിവസവും അതിജീവിച്ചാലും ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ എനിക്ക് പേടി വരാറുണ്ട്. അല്ലാതെ പേടിയില്ല. വീഴാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം മാതിരി. ഇപ്പൊ ആദ്യ കൈലാസിലൊക്കെ പോയപ്പോ വീണു എണീച്ചു തന്നെ. ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് വെച്ചാൽ ഞാൻ ഞാൻ എണീച്ചു. പക്ഷെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തു. ഞാൻ പറ്റത്തില്ല. ആ സ്ലിപ്പറിയിൽ എന്റെ വണ്ടി ഓഫ് റോഡ് വണ്ടിയല്ല, എനിക്ക് എടുക്കാൻ പാടാ. അപ്പൊ ഞാൻ ഇട്ടിട്ട് ഓപ്പോസിറ്റ് വന്നൊരു വണ്ടി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ ഒരു വണ്ടി വന്നാൽ മാത്രം എന്തായാലും എന്റെ വണ്ടി എടുത്താലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇന്റർസെപ്റ്ററല്ല. എപ്പോഴും നമുക്ക് ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ബെറ്റർ എന്ന് പറയുന്ന ഹിമാലയൻ പോലുള്ള വണ്ടികളാണ്. ഹിമാലയൻ പോലുള്ള അതായത് ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഈ ബുള്ളറ്റ് ഓടിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് കൂടി വേണമല്ലോ. അതായത് ഇത് എടുക്കാനും ഓടിക്കാൻ നല്ല വെയിറ്റ് ആണ്, നല്ല രീതിയിൽ വെയിറ്റ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇപ്പം ഇന്റർസെപ്റ്റർ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോ തന്നെ എന്റെ അടുത്ത് തന്നെ പല ആണുങ്ങൾ വന്ന് എന്റെ അടുത്ത് പറയാണ്ട് എങ്ങനെ ഇതിനെ മേയിച്ചുകൊണ്ട് നടക്കണു, ഞങ്ങൾ തന്നെ എന്റെ വെയിറ്റ് കാരണം ഞാൻ വിറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാനത് ഡെയിലി ഉപയോഗിക്കുന്നതുണ്ടാവാം. എനിക്ക് അങ്ങനത്തെ മീൻസ് വെയിറ്റ് ഉള്ള വണ്ടികൾ ഉപയോഗിച്ച് ഇപ്പം വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓ അത് ശരി. ഇതിൽ ഞാൻ ശീലമാണ്, കംഫർട്ടാണ്. ഞാൻ നേരത്തെ പേളിമാണി പണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരി ഈ ബൈക്കൊക്കെ ഓടിച്ചിട്ട് പോവും, പക്ഷെ ഇത് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പം വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഇതൊന്നും ഇറങ്ങാനും ഇതൊന്ന് പാർക്ക് ചെയ്യാൻ. എന്റെ വെയിറ്റ് കൊണ്ടാണ് പ്രശ്നം. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പില്ല. പിന്നെ ചില സ്ഥലങ്ങളില് ഇപ്പം പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളില് പറ്റാതെ തിരിച്ചെടുക്കും, നമ്മളോട് പാർക്ക് ചെയ്തിട്ട് പോവും, എടുക്കാൻ പറ്റാത്ത കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ വണ്ടിയൊക്കെ വീണ് കിടക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആദ്യകലാസമുള്ള ഈ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ സ്ഥലത്ത് നമ്മളിനി എത്ര ഹെൽത്തി എന്ന് പറഞ്ഞാലും ഡൗണിൽ നിന്ന് പോകുന്നവർ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ഒന്ന് വീക്കാവും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലൊന്നും ഞാൻ റിസ്ക് എടുക്കത്തില്ല. ആരെങ്കിലും വരണതുവരെ വെയിറ്റ് ചെയ്യും. അല്ല, ഒരു കാര്യമുണ്ട് ചേച്ചിയെ സംബന്ധിച്ച്, ഈ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതായത് ചെറുപ്പം മുതൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ്. സ്പോർട്സ് പേഴ്സൺ ആണ്. ഏതൊക്കെ ഐറ്റത്തിനാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ഖോഖോ പ്ലെയർ ആയിരുന്നു, വിമൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, അത് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവൽ ജൂനിയർ ടീമിലുണ്ടായിരുന്നു. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഹേർഡിൽസ്, 100, 200 ഇത് എണ്ണി തീരുവോ? തീർന്നു. ഞാനത് എന്റെ നഴ്സറി ക്ലാസ്സിൽ തുടങ്ങിയതാ സ്പോർട്സ്. ആക്ച്വലി സ്കൂൾ ലെവൽ മൊത്തം എന്റെ സ്പോർട്സ് ആയിരുന്നു, കോളേജ് വരെ. പിന്നെയാണ് ഞാൻ ബൈക്കിലോട്ടൊക്കെ പോയി. ഇതൊക്കെ എന്റെ സ്വപ്നം മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എത്തിപ്പെട്ടതൊക്കെ ഞാൻ വളർന്നതോടൊപ്പം എന്റെ കൂടെ വളർന്ന സാധനമാണ്. അതൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ പറയണമെന്നുണ്ട്, അത്രയും സ്വപ്നമാണ്. സത്യം പറയട്ടെ, ഞാൻ മുമ്പ് എവിടെയും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വൈറലായ ഒരു വാർത്തയാണ്. അതായത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും കൂടുതൽ സുവർണ കാലഘട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അപ്പന്റെ അമ്മയോടെയുള്ള കാലഘട്ടം. പക്ഷേ ഇതേ അപ്പനും അമ്മയും പെൺകുട്ടികളുടെ ആഗ്രഹങ്ങള് ചില ഫാമിലീസ് അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ കല്യാണം കഴിച്ച് വിടുന്ന സമയം വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ സൊസൈറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് പെൺപിള്ളേർ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടുന്ന ഒരു സംഭവമുണ്ട്. ഈ പാരന്റ്സ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് പിന്നെ നമ്മളിപ്പോ ചില പെൺപിള്ളേർ നേരത്തെ എന്റെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ ഈ പോകുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് പാരന്റ്സ് ഒക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യാറുണ്ടോന്ന്. അപ്പൊ ഈ പാരന്റ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, കുഴപ്പമില്ല, നിങ്ങൾ കല്യാണം കഴിയുമ്പോ അവൻ കൊണ്ടുപോകും. സത്യം, എക്സാക്ട്ലി. കല്യാണം കഴിഞ്ഞിട്ട് എന്താ വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ഈ പാരന്റ്സ് മനസ്സിലാക്കുന്നുണ്ടോ? ഈ 23, ഞാനൊരു ബൗണ്ടറി ഇട്ടേക്കുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിന് ഒരു 23 വയസ്സെങ്കിലും വേണം. 23 വയസ്സ് വരെ നമ്മളെ വിശ്വസിക്കാത്ത പാരന്റ്സ് നാളെ എവിടെന്നോ വരുന്ന ഒരു ചെക്കന്റെ അടുത്ത് നമ്മളെന്ന് പറയാണ്, എനിക്ക് റൈഡ് പോകണം, എനിക്ക് ബൈക്ക് ഓടിക്കണം, എനിക്ക് ബുള്ളറ്റ് ഓടിക്കണം എന്ന് പറയുമ്പോൾ ഇത്രയും വർഷം വിശ്വസിക്കാത്ത ഒരു സിറ്റുവേഷൻ നാളെ വരുന്നവൻ വിശ്വസിക്കണമെന്ന് എന്താണ് ഉറപ്പ്? ഒരുപാട് ഈ റൈഡേഴ്സിന്റെ ഒക്കെ സ്ത്രീകള് യാത്ര പോകുന്നതിന്റെ ഒക്കെ കമന്റ് ബോക്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും എടുത്താൽ കാണുന്ന ഒരു സ്ഥിരം കമന്റ് ആണ്. പണ്ടൊക്കെ വീട്ടുകാർ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പോവാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ പറയും ഇത്രയും കാലം പോയില്ലല്ലോ, ഇനിയും പോവണ്ട എന്നുള്ളത്. അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, അല്ലേ? പിന്നെ ഞാൻ മിക്കവാറും ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ശാസ്ത്രമംഗലത്തുനിന്ന് വെള്ളയമ്പലത്തോട്ട് വരുമ്പോ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ ഇങ്ങനെ പലയിടത്തും ജെന്റ്സിന്റെ അടുത്തും ലേഡീസിന്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ച് ചോദിക്കുമ്പോ എന്റെ അടുത്ത് സംസാരിക്കുന്നിടത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴേലും ജീവിച്ചിട്ടുണ്ടോ? എന്നെ ഞെട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, ഈ 2 മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചിമാർ, ഞാൻ ഒരു മെഡിസിൻ മേടിക്കാൻ പോയത്. അപ്പൊ ഞാൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി പോണ കണ്ടിട്ട് എന്റെ അടുത്ത് ചോദിച്ചതാ. സത്യം പറഞ്ഞാൽ അവരിൽ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി എന്റെ മുമ്പില്. അവസാനം ഞാൻ കുറെ സംസാരിച്ച് അവരുടെ അടുത്ത് മോട്ടിവേഷൻ കൊടുത്ത്. കാരണം എല്ലാരും ജീവിക്കുന്ന വെച്ചാൽ ഒരു പെണ്ണ് എന്ന് പറയുന്നത് 10-23 വയസ്സ് വരെ പാരന്റ്സിന്റെ അടിമയാണ്. 23 വയസ്സ് കഴിഞ്ഞാല് പിന്നെ അവള് ഭാര്യയാവുകയാണ്. ഭാര്യയായി കഴിയുമ്പോ ഭർത്താവിന്റെ ഒരു അണ്ടറില്, അത് കഴിയുമ്പോ പിന്നെ അമ്മയാവുകയാണ്. അമ്മയാവുമ്പോ പിന്നെ കുഞ്ഞിനെ നോക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാലോ അവരുടെ അടിമയാണ്. ഇപ്പം എന്റെ അടുത്ത് ഇപ്പം ചോദിക്കും, ആര്യ എന്റെ അടുത്ത് ചോദിക്കും, ചേച്ചിയുടെ ജീവിതത്തിൽ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് കൂടെയാണ്.
പിന്നെ മാത്രമല്ല ചേച്ചിയുടെ ഫാമിലി സപ്പോർട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്റെ പാരന്റ്സിനെയൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം, കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ചെയ്തു എന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്തതിലൊക്കെ. ഇതിപ്പോ എന്റെ അമ്മ കാണുന്നുണ്ടാവും, എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ ഓക്കെ, അത് ബൈ മിസ്റ്റേക്ക് അവർക്ക് സംഭവിച്ചു പോയി. പക്ഷെ അതിന്റെ പേരിൽ അവർ എന്റെ അടുത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല നീ പോകരുത്, അത് ചെയ്യരുത് എന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ പാരന്റ്സ് ആയിരുന്നു. എന്റെ പപ്പ ഇപ്പോഴില്ല, ഒരു 3 വർഷമായിട്ട് പപ്പ പോയി. അമ്മ ഉണ്ട്, അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാല് സാധാരണ പാരന്റ്സ്, ഇപ്പൊ ഞാൻ പക്ക നാട്ടിൻപുറത്തുനിന്ന് വന്ന ലേഡിയാണ്. പക്ക നാട്ടിൻപുറത്തുനിന്ന് സിറ്റിയിലോട്ട് താമസം മാറിയതാ. അപ്പൊ ഞാൻ വൈകുന്നേരമൊക്കെ ആക്ച്വലി ഞാൻ ചായക്കടയിലൊക്കെ പോകും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. എനിക്ക് എന്റെ സ്വന്തം ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരുടെ കൂടെ ഞാൻ എല്ലാ ദിവസവും അവരുടെ കൂടെ മാത്രമേ എന്നെ കാണത്തുള്ളൂ, വേറെ ഒരാളുടെ കൂടെയൊക്കെ അങ്ങനെ കാണാൻ കിട്ടത്തില്ല. അപ്പൊ അവരുടെ കൂടെ ഞാൻ ചിലപ്പം ഇവിടെ മലബാർ ബൈഡ്സിൽ നിൽക്കും, വെള്ളയമ്പലത്ത് നിൽക്കും, കഴക്കൂട്ടത്ത് പോവും. രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് ചായ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോ അവരൊക്കെ അതെനിക്ക് അക്സെപ്റ്റ്. അവരെന്റെ അടുത്ത് അല്ല പോകരുത് വരരുത് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മകനായിരുന്നാ പോലും അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ അവൻ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അവൻ ഈ പറയുന്നത് പോലെ പിന്നെ റൈഡർ അല്ല, അവൻ റീഡറാണ്. ഞങ്ങളെ തന്നെ വിളിക്കുന്ന കോമ്പിനേഷൻ റൈഡർ എന്നാണ്. പിന്നെ അവൻ എന്റെ ഏറ്റവും നല്ല പില്യൺ റൈഡർ ആരാന്ന് വെച്ചാൽ അവനാണ്. ബാക്കിൽ ഇരുന്നോളും, ഒരു ശല്യമില്ല. നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഒരുമിച്ച്? ഞങ്ങള് ഷോർട്ട് റൈഡ് കേരളത്തിനകത്തൊക്കെ ഇഷ്ടംമാതിരി കേരളത്തിനകത്തും പുറത്തും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടൊരു ലോങ് ചെയ്തത് ഈ കഴിഞ്ഞ വർഷം 40 സത്യം പറഞ്ഞ ദിവസമൊക്കെ മറന്നുകൊണ്ട് 48 ദിവസമാണെന്ന് തോന്നുന്നു. ഞാനും അവനും കൂടെ സ്പിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവന്റെ എക്സാം കഴിയണ ദിവസം ഞാൻ അവിടെ എത്തി, അവനെയും പിക്ക് ചെയ്ത് ഞാൻ ഡൽഹിയിലെത്തി, അവനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് കേരളം വരെ. ഞങ്ങൾ അന്ന് വന്നതെന്ന് വെച്ചാല് ഡ്രഗ്സിനെതിരെ ഒരു ക്യാമ്പയിനായിട്ട്. ഈ ഓരോ യാത്രയ്ക്കും ഓരോ ഒരു എന്താ പറയുന്നേ കോസ് റൈഡാണ് മുദ്രാവാക്യങ്ങളുണ്ട് ഉയർത്തിക്കൊണ്ടാണല്ലേ യാത്ര. അപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നു ചേച്ചി ഈ സ്ത്രീകളുടെ സുരക്ഷ അതാണ് എന്റെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ. ഇപ്പൊ തന്നെ ഞങ്ങളൊരു സ്വന്തമായിട്ടൊരു തീം ഇറക്കിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം +, സ്വാതന്ത്ര്യം സുരക്ഷ സഞ്ചാരം. ഓ അത് ശരി. ഇപ്പൊ എന്റെ ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും പിന്നെ ഞാൻ സ്ഥിരം ഇടുന്നുണ്ട് റൈഡ് യുവർ വോയിസ്, റൈസ് യുവർ വോയിസ്. അതുമായിട്ട് ഈ ഇതും കൂടെ അത് ഇപ്പൊ എന്റെ ഏത് പോസ്റ്റ്, എന്റെ FBO ഇൻസ്റ്റയോ എന്റെ ലിങ്ക്ഡിനോ എവിടെ പോസ്റ്റ് നോക്കിയാൽ ഈ സംഭവം ഉണ്ട്. കാരണം ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം സ്വാതന്ത്ര്യം നമുക്ക് വേണം, സുരക്ഷയും നമുക്ക് വേണം, അതുപോലെ തന്നെ സഞ്ചാരവും നമുക്ക് വേണം. പിന്നെ പരസ്പരം ഒരു കമ്മിറ്റഡ് ആണ്. അല്ലാതെ ഇപ്പൊ ഞാൻ ആരുടെയും തലയിലും ഇരിക്കാൻ പോകുന്നില്ല, വേണ്ട. എനിക്ക് എല്ലാവരും വേണം. എനിക്ക് സമൂഹത്തിലുള്ള ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എല്ലാ മനുഷ്യരും വേണം. നമ്മളിപ്പോ യാത്ര പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കല് അവരടുത്ത് സംസാരിച്ച് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരടുത്ത് കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചില രസം എന്ന് പറഞ്ഞാല് നമ്മളെവിടെയൊക്കെ നല്ല ചായ കിട്ടും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കപ്പിലായിരുന്നാലും നല്ല ചായ കിട്ടും. അപ്പൊ ചില ഈ ലോക്കൽ ഏരിയകളുണ്ടല്ലോ, നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഉപ്പിട്ടൊക്കെ ചായ തരും. ഉപ്പിട്ടോ? പിന്നെ ഇവര് അല്ല അവരങ്ങനെ കുടിക്കുന്നവരുണ്ട്. പിന്നെന്ന് വെച്ചാ നമ്മള് ചായ കട്ടനാണ് കുടിക്കുന്നത്. ഇപ്പം ലോങ് പോകുമ്പോ പാൽ ചായയൊക്കെ എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാൽ ചായ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും കുടിക്കും, കട്ടനായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. ഇവരാണെങ്കിൽ തേയിലപ്പൊടി നിറയെ എടുത്തിടും, എന്നിട്ടോ അതിനിങ്ങനെ തിളപ്പിച്ച് അയ്യോ ആ കയ്പ് കാടിയൊക്കെ കുടിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ചായ ചോദിക്കുമ്പോൾ പറയും ചേട്ടാ കുറച്ച് ചായപ്പത്തി, അതായത് കുറച്ച് തേയിലപ്പൊടി, കുറച്ച് പഞ്ചസാരയിട്ട് ലൈറ്റ് ആയിട്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് പറയും. ഞങ്ങൾ 3 ലേഡീസ് ആയിട്ട് പോകുമ്പോഴത്തേക്കാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. നിങ്ങൾ തന്നെ ഇടാൻ പറയും. പിന്നെ നമ്മൾ തന്നെ അടുക്കളയിൽ കയറി നമ്മൾ തന്നെ ചായ ഇട്ട് നമ്മൾ തന്നെ ആസ്വദിച്ച് കുടിച്ചിടും. പിന്നെ ഞാൻ ചില സ്ഥലങ്ങളിൽ നാരങ്ങ വെച്ചേക്കാറുണ്ട്. കാരണം നാരങ്ങ വെച്ചിരുന്നു കഴിഞ്ഞാല് ഇവർ ഈ കട്ടൻ നമുക്ക് തരത്തില്ലേ, അപ്പൊ എത്ര ഇതായിരുന്നാലും കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിക്കുമ്പോൾ ആ കടുപ്പ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില്ലറ പൊടിക്കൈകളായിട്ടൊക്കെ ജീവിച്ചു പോകണം. ഇനി ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളിപ്പോ പറഞ്ഞ കൂടെ വരുന്ന സഹയാത്രിക മോനുണ്ടല്ലോ, എന്ത് ചെയ്യാ? അവ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കണം. അത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. സത്യം പറഞ്ഞാല് അത്ര വലിയ മക്കളുള്ള പേരൻസ് ഒക്കെ ഇപ്പം വലിയ പ്രായം ഇല്ലെങ്കിൽ പോലും സ്ത്രീകൾ പൊതുവെ എന്താണെന്നറിയോ ചേച്ചി, വീട്ടിനുള്ളിലേക്ക് എന്റെ മോനൊക്കെ ഇത്രയും വലുതായി, മോളൊക്കെ ഇത്രയും വലുതായി, നീ അടങ്ങി ഒതുങ്ങി ഇവിടെ കാണോ ഇരിക്കാം,
എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് എന്റെ പേരുണ്ട്. 18ലെ കൊച്ചാണ് അവൻ. എന്റെ 18ാമത്തെ വയസ്സിലെ കൊച്ച്. എനിക്കിപ്പോ 40 വയസ്സുണ്ട്. അപ്പൊ ചിന്തിച്ചാൽ മതി അവന് 23 വയസ്സുണ്ട്. പക്ഷെ പറയാൻ ഇത് സീരിയസ്ലി ഭയങ്കര മോട്ടിവേറ്റർ ആണ് കേട്ടാ. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും. ഇല്ലടാ ഞങ്ങള് സത്യം പറഞ്ഞാല് ഒരു അമ്മ മകൻ ബന്ധത്തിനേക്കാളും കൂടുതല് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ എനിക്ക് എന്റെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ വരികയാണെങ്കിൽ അവനെ വിളിച്ചിട്ട് എനിക്ക് കുറച്ചുനേരം സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഹാപ്പി ആവും. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവനൊരു 1.5 മണിക്കൂർ എന്നെ അങ്ങ് കൊന്നിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ ഭയങ്കര സമാധാനം കേട്ടോടെന്ന് പറയും. ഞാനിപ്പോ അവന്റെ അടുത്ത് അസൂയപ്പെട്ടിരിക്കുക. അവ ഇപ്പൊ 5 ദിവസം രാജസ്ഥാൻ മൊത്തം മറ്റേ ട്രെയിനിലും ബസ്സിലും ഒക്കെ പോയി അവൻ കറങ്ങിയിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ലല്ലോ. മീൻസ് ഞാൻ പോയ കുറെ സ്ഥലങ്ങളിൽ തന്നെയാണ് അവൻ പോയത്. എങ്കിലും അവരുടെ കൂടെ പോകാൻ പറ്റാത്തവര് അവന്റെ റൂംമേറ്റും വേറൊരു ഫ്രണ്ട് എന്റെ ക്ലബ്ബിലെ എന്നെ ബിന്ദുവിന്റെ മകനും കൂടെ 3 പേരായിട്ട് ചേർന്നിട്ടാണ് അവരിപ്പോ രാജസ്ഥാൻ പോയി കറങ്ങി. 5 ദിവസം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നു, ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്നു, രാത്രി ട്രാവൽ ചെയ്യുന്നു. മീൻസ് ഭയങ്കര രസമായിട്ട്. ഇപ്പൊ ഞാൻ പോകുന്നുണ്ട് അവനെയും കൊണ്ട്. ജൂൺ 15 ആകുമ്പോഴത്തേക്ക് അവന്റെ എക്സാം കഴിയും. അപ്പോഴത്തേക്ക് അവന്റെ ഹിമാചൽ അവൻ ഏകദേശം ഒരു പാർട്ട് കഴിഞ്ഞു. സ്പീറ്റി അവന്റേത് കഴിഞ്ഞു. ഗജിയാർ വഴി ആ ധർമ്മശാല ആ ഭാഗം കഴിഞ്ഞു. ഇനി അവന് ബാക്കിയുള്ള വെച്ചാൽ ലഡാക്ക് സൈഡാണ്. ഞാൻ ലഡാക്ക് 2 വട്ടം പോയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അവന് വേണ്ടിയിട്ട് ഈ വർഷം ഞാൻ ഒന്നുകൂടെ വീണ്ടും ലഡാക്ക് പോകുന്നുണ്ട്. പക്ഷെ വെറുതെ പോകുന്നില്ല. ഈ വർഷം ഞങ്ങളൊരു നല്ല തീമുമായിട്ട് അമ്മയും മകനും, അതായത് ഇതുവരെ ചെയ്തതിനേക്കാളും നല്ലൊരു ഹെവി പ്രോജക്ട് ക്യാമ്പയിനുമായിട്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ജൂൺ 15 കൂടെ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരെ ഡൽഹി പോകുന്നു, മോനെ പിക്ക് ചെയ്യുന്നു, കവർ ചെയ്യുന്നു, കേരളത്തിൽ തിരിച്ചു വന്നു. മിനിമം എന്റെ ഒരു മൈൻഡിലെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഒരു 75 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് ആയിരിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് തൊട്ട് മുമ്പേ മെയിലിൽ ഞാൻ ലഡാക്ക് പോകുന്നുണ്ട് വേറൊരു കമ്പനിക്ക് വേണ്ടി. മെയിലും ജൂണിലും മെയിൽ പോയി തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാനാ. മറ്റത് ഞാൻ ഇവിടെ നിന്നല്ല, അവിടെ ലേയിൽ മാത്രമേ വണ്ടി ഓടിക്കുന്നുള്ളൂ. എന്നെ പോലെ കുറച്ച് മടിയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊരു ഹെക്ടിക് ആണെന്ന് തോന്നുന്നു. ആണ്, നല്ല ഹെക്ടിക് ആണ്. എനിക്കറിയാം, എനിക്കത് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം. കാരണം എന്റെ ബോഡി കണ്ടീഷൻ, ശ്വാസം മുട്ട് ഇതൊക്കെ വെച്ചിട്ട്, പക്ഷെ അത് തരണം ചെയ്യാൻ വില്ലിങ് ആണ്. പറ്റും, എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പറ്റും. അപ്പം ചേച്ചി മോനെ പോലെ ഈ ബുള്ളറ്റ് അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോവാറുണ്ടോ? ഇല്ല. അതെന്താ? എപ്പോഴും ഈ റൈഡിംഗ് ആണ് അതിലെ ഒരു എൻജോയബിൾ പാർട്ടും തോന്നുന്നു ചേച്ചിക്ക് അല്ലെ? എനിക്ക് 2 വീലറാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് എവിടെ പോണെങ്കിലും ഇതിൽ തന്നെ പോണം. പിന്നെ ഞാൻ പോകും, ട്രെയിനേ പോകും, അവിടെ ചെന്നിട്ടും വണ്ടി എടുക്കും. ഓ അത് ശരി, അവിടെ ചെന്നിട്ട് വണ്ടി എടുക്കും അല്ലേ? അല്ലാതെ എനിക്ക് ബൈക്കില്ലാത്ത ഒരു യാത്ര സ്വപ്നം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഈ സ്പോർട്സിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ വിമൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. സ്റ്റേറ്റ് ജൂനിയർ ടീമിലൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്താണത് പാതി വഴിക്ക് കല്യാണം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ടാണ് സ്പോർട്സ് വിട്ടത്. പിന്നെ എല്ലാം ഞാൻ തിരിച്ചു പിടിച്ചതാ. പിന്നെ ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും ക്രിക്കറ്റ് കളിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനോട് ഭയങ്കര ക്രൈസ് തോന്നുന്നില്ല. ക്രൈസ് ഇതിനോട് മാത്രമേ ഉള്ളൂ, പാഷൻ ഇതിനോട് മാത്രമേ ഉള്ളൂ, ലൈഫ് ഏതാന്ന് വെച്ചാൽ ഇതിനോട് മാത്രമേ ഉള്ളൂ, എല്ലാം ഇത് മാത്രമേ ഉള്ളൂ. എല്ലാം ഇതായി മാറി. അതുകൊണ്ട് എന്താ ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന ഒരു വാഹനം? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ എന്റെ ആഗ്രഹം എനിക്ക് ട്രാവൽ, എനിക്ക് സ്ഥലങ്ങൾ കാണണം. ഇപ്പൊ തന്നെ ഞാൻ ഇന്ത്യയുടെ ഒരു മാപ്പ് ഏകദേശം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലോ നമ്മൾ വരയ്ക്കുന്ന ആ മാപ്പൊക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആ മാപ്പ് ഒന്ന് വൃത്തിക്ക് വരയ്ക്കണം. അതിനുള്ള ഒരു പരിപാടിയിലാണ്. എനിക്ക് കുറച്ചുകൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ആ ഒരു സ്ഥലത്തോട് എത്തും, ഉറപ്പായിട്ടെത്തും. അതെന്തായാലും ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഈ യാത്രയില്, അതായത് ഈ റൈഡിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ മൊമെന്റ് എന്ന് പറയുന്നത് അയൺ ബട്ട് കിട്ടിയ മൊമെന്റ് ആയിരുന്നു. അതുണ്ട്. പിന്നെ ഇപ്പൊ ആദികാലാസി പോയതൊരു ഗോൾഡൻ മൊമെന്റ് ആണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതൊരു മൊമെന്റ് ആണ്. ഒമ്ലിംഗള ടച്ച്, എല്ലാ മൊമെന്റുകളും എല്ലാം എനിക്ക് ഫേവറേറ്റ് ആണ്. പക്ഷെ ഈ അയൺ ബട്ട് കയറുന്നതേ അത് സത്യം റെക്കോർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ 2017 എന്റെ കുറച്ച് നെഗറ്റീവ്സ്. അപ്പൊ ഇതിൽ FB ഒരു കമന്റ് ഒരുത്തനിട്ടു, 1000 കിലോമീറ്റർ ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ അതിനോട് മറുപടി കൊടുക്കാൻ. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആർക്കും മറുപടി കൊടുക്കാറില്ല. എന്തിനാ വെറുതെ ചെന്ന് നമ്മള് അനാവശ്യമായിട്ട് ബഹളം വയ്ക്കണം. പറയുന്നവരൊക്കെ പലതും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തൊക്കെ എങ്കിൽ പിന്നെ എന്റെ നാട്ടുകാർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്ത് സമയം കാണത്തുള്ളൂ. അപ്പൊ ഞാനതിന് ആരുടെ അടുത്തും പ്രതികരിക്കാനൊന്നും പോകാറില്ല. അപ്പൊ
ഇങ്ങനെ ഒരു സംഭവം വന്നു. അപ്പൊ അതിന് മുമ്പേ ഈ അയൺ ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ എനിക്ക് ഉറക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ ഒരു ടൈം വന്നപ്പോ ഞാൻ എന്ത് ചോദിച്ചാല്, സത്യം പറഞ്ഞാൽ ഞാൻ ആരും അറിയാണ്ട് പോയ യാത്രയായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴെനിക്ക് ഇത് അച്ചീവ് ചെയ്ത് തിരിച്ചു വന്നോ മനസ്സിലായ നാട്ടുകാർ മൊത്തം ഇത് അറിഞ്ഞിരുന്നു എന്നുള്ളത്. കാരണം അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ കണ്ണും കുറിപ്പിച്ചിരിക്കുമല്ലോ. പക്ഷെ കിട്ടാൻ എങ്ങാണ്ട് വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വല്ല ഹിമാലയ ഈ ജേർണി എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ, പൂനെ, ബാംഗ്ലൂർ. ആക്ച്വലി അയൺ ബട്ടൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർത്തലാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അതിന് പകരമായിട്ട് ബാപ്പുബ എന്ന് പറയുന്നത് ഞങ്ങളൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെയൊന്നും പറ്റത്തില്ല, കേരളത്തിലൊന്നും പറ്റത്തില്ല. കാരണം കേരളത്തിലെ റോഡ് കണ്ടീഷൻ പറ്റിയതല്ല. നമുക്ക് പ്ലെയിൻ റോഡ് കിട്ടണം. ആ ഒരു കിലോമീറ്റർ നമുക്ക് ആവറേജ് 80 എന്ന് പറഞ്ഞത് 80 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനൊരു 23.5 കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ? 1680, 1700 ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ കുറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫോൺ എപ്പോഴും ലൈവ് ആയിരിക്കണം. എന്റെ ഫോണൊക്കെ പകുതി വഴിയിലേ ചത്തു. ഇത് റെക്കോർഡ് കിട്ടാൻ വേണ്ടി മോണിറ്റർ ചെയ്യുന്ന ടീമിന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എനിക്ക് എവിടെയാണ് എന്റെ ഡെസ്റ്റിനേഷൻ എന്ന് അറിയാതെ ഞാൻ പൂനെ കിടന്ന് കുറെ കറങ്ങി. ലാസ്റ്റ് ഞാൻ ഒരു കടയിൽ ചെന്ന് ഫോൺ കുറച്ച് ചാർജ് ചെയ്ത് അവരെ വിളിച്ചു, സ്ഥലം മനസ്സിലാക്കി. അവിടെ നിന്ന് പിന്നെ ഞാൻ പിന്നെ അവരുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം ഈ ചൂട് ഭയങ്കരമായപ്പോ ഫോൺ അത് ചാർജ് കയറാണ്ടായിട്ട് അങ്ങനെയൊക്കെ ഓഫായി. ഇപ്പൊ നിർത്തിയത് എന്താണെന്ന് അറിയോ ചേച്ചി? ഇപ്പൊ നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ അത് കുറെ ഇഷ്യൂസ് ഒക്കെ വന്നതിന്റെ പേരില് നിർത്തലാക്കിയതാ. അപ്പം നമുക്ക് ഒരു ഇടവേള കൂടിയാവാം അല്ലെ? നമുക്കൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു റിഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മോർണിംഗ് വൈബ്സിലേക്ക് തിരികെ എത്തുമ്പോൾ ഇത് നമ്മൾ ആദ്യം പോകുന്നത്, നമ്മൾ ഗസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ 20 സ്റ്റേറ്റുകളിലോളം ഉള്ള കേരളത്തിലടക്കമുള്ള പ്രവചനങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇന്നും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഉണ്ടാകും. ന്യൂസ് 18 കേരളത്തിൽ പ്രേക്ഷകർക്ക് തത്സമയം കാണാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. അപ്പോൾ എന്താണ് പ്രവചനമെന്ന് നോക്കിയാൽ കേരളത്തിൽ NDA അക്കൌണ്ട് തുറക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 2 സീറ്റുകൾ NDA നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. LDF 4 UDF 14 സീറ്റുകൾ നേടും. ഉത്തർപ്രദേശിൽ BJPക്ക് ക്ലീൻ സ്വീപ്പ് ആണെന്ന് സർവേയിൽ പറയുന്നു. 80-ൽ 77 സീറ്റും നേടും. ഇന്ത്യ സഖ്യം 2 സീറ്റുകളിൽ മാത്രമേ ജയിക്കൂ എന്നും ശേഷിച്ച 1 സീറ്റ് BSP ആയിരിക്കുമെന്നുമാണ് സർവേ ഫലത്തിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ DMKക്ക് സീറ്റ് കുറയും. 39 സീറ്റുകളിൽ 30 സീറ്റിലാണ് DMKക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. 5 സീറ്റിൽ NDA ജയിക്കും. 4 ADMKയ്ക്കാണ് സാധ്യത. ബീഹാറിലെ 40 സീറ്റിൽ 38 സീറ്റും NDA നേടും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യം നേടുക. മധ്യപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 29 സീറ്റിൽ 28 എണ്ണത്തിലും NDA ജയിക്കും എന്ന് തന്നെയാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് 1 സീറ്റ് മാത്രമാണ് സർവേ പ്രവചിക്കുന്നത്. ഹരിയാനയിൽ 10-ൽ 10ഉം NDA സ്വന്തമാക്കും. പഞ്ചാബിൽ 13 സീറ്റിൽ 7 എണ്ണം കോൺഗ്രസ് പിടിക്കും. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും AAP ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് 1 സീറ്റ് കിട്ടുമെന്നുള്ളതാണ് പ്രവചനം. NDAക്ക് 3 സീറ്റും ശിരോമണി അകാലിദൾ 2 സീറ്റും നേടുമെന്നുള്ളതാണ് സർവേയിൽ പറയുന്നത്. ഹിമാചൽ പ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങൾ പൂർണ്ണമായി NDA നേടും. 2ഇടത്തും ക്ലീൻ സ്വീപ്പ് ആയിരിക്കും. ഡൽഹിയിലെ 7ഉം ഹിമാചലിലെ 4 സീറ്റുകളിലും NDAയ്ക്കായിരിക്കും സമ്പൂർണ്ണ ജയമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവരുന്ന ഏറ്റവും വലിയ സർവേയാണ് ഇത്. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ അഭിപ്രായ സർവേ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ന്യൂസ് 18 കേരളത്തിലൂടെ പുറത്തുവിടുന്നതായിരിക്കും. ന്യൂസ് 18 കേരളം ചാനലിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പ്രേക്ഷകർക്ക് ഇത് തത്സമയം കാണാവുന്നതായിരിക്കും.
നമ്മൾ ഇനി ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ വിജയം സുനിശ്ചിതം എന്ന LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. ഇടുക്കിയിലെ ജനത ഇടതുപക്ഷത്തിനൊപ്പമാണ്, പ്രചാരണത്തിൽ വൻ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ട് തിരികെ എത്താം. ഇടുക്കിയിൽ 3-ാം അംഗത്തിലുള്ള തെരഞ്ഞെടുപ്പിലാണ് ജോയ്സ് ജോർജ്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ജോയ്സ് ജോർജും LDFും. പ്രചാരണ വിശേഷങ്ങളുമായി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് നമ്മളോട് ചേർന്നു. എങ്ങനെ പോകുന്നു പ്രചരണങ്ങൾ? പ്രചരണം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു വട്ടം നമ്മൾ ആളുകളെ കണ്ട് അവരുടെ ആശയവിനിമയം നടത്തി. വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വിവിധ സ്ഥാപനങ്ങൾ, മറ്റാളുകൾ എല്ലാവരുമായി വലിയ തോതിലുള്ള ആവേശകരമായ പിന്തുണയാണ് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ നമുക്ക് തരുന്നത്. കാരണം ഇടുക്കി പോലൊരു സ്ഥലത്ത് വളരെ വൈവിധ്യങ്ങളുള്ള എന്നാൽ വളരെ സജീവമായി നിലനിൽക്കുന്ന തീക്ഷ്ണമായ പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്ത് കൃത്യമായി ഇടപെടൽ നടത്തേണ്ട ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പാർലമെന്റ്. അങ്ങനെ ഒരു ജനപ്രതിനിധി ഇടുക്കിയിൽ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായില്ല എന്ന ഒരു പൊതു തോന്നൽ സമൂഹത്തിലാകിയുണ്ട്. അതിന്റെ കൂടി ഭാഗമായി 14 മുതൽ 19 വരെ നമ്മൾ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കപ്പെട്ട കാലവും അതിനുശേഷമുള്ള കാലവും ഒക്കെ കൃത്യമായി താരതമ്യം ചെയ്തും വിലയിരുത്തിയും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണ്. എല്ലാ ആളുകളും വലിയ പിന്തുണയാണ് നൽകുന്നത്, വലിയ വിജയ പ്രതീക്ഷ. അപ്പൊ അതെ, നമ്മുടെ ഷൈനി രാജ്കുമാർ, ഷൈനി ചേച്ചി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ചേച്ചി, നമ്മൾ ഈ ബുള്ളറ്റ് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം എനിക്കും കണ്ടപ്പോ ഒരു ആഗ്രഹമൊക്കെ തോന്നി. എത്ര ദിവസം എടുക്കും ഇത് പഠിച്ചെടുക്കാൻ? മീൻസ് ടൈം സ്പെൻഡ് ചെയ്യാമെങ്കിൽ 2 ദിവസം കൊണ്ട് പഠിച്ചു. 2 ദിവസം കൊണ്ട് പഠിക്കാം അല്ലെ? ആർക്കും മീൻസ് ബാലൻസ് ഉള്ളവർക്ക്. ബാലൻസ് ഇല്ലാത്തവർക്ക് ഞാൻ ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. വണ്ടി ഓടിക്കാൻ ആക്റ്റീവൊക്കെ ഓടിച്ച് ബാലൻസ് ഉള്ളവർക്ക് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അതിപ്പോ ഹൈറ്റിന്റെ കുറവുണ്ടായിരുന്നാൽ പോലും പറ്റും. പക്ഷെ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ടൈം എടുക്കും. അപ്പൊ ഈ കാല് താഴെ എത്തുമോന്നുള്ളൊരു പ്രശ്നമില്ലേ? ഹൈറ്റിന്റെ പ്രശ്നമുള്ളവർക്ക് 1.5 കാലുണ്ടല്ലോ, കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് മതി. നമ്മൾ ഈ യാത്ര പോകുന്നതിന് മുമ്പ് ഈ നമ്മുടെ ഹെൽത്ത് ഫിറ്റ് ആയിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഹിമാലയൻ യാത്രകളിലൊക്കെ ഈ മെഡിക്കൽ ടെസ്റ്റ് കൂടി നമ്മൾ പാസ്സാവേണ്ടതുണ്ടല്ലോ. അപ്പം ഏത് തരത്തിലാണ് നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കേണ്ടത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഗ്രീൻ ടിക്ക് വേണ്ടത്? ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കണം. നമ്മള് പിന്നെ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഫിറ്റ് അല്ല. നമ്മള് ആസ്മയുള്ളവർ ഞാൻ ഫിറ്റ് അല്ല. പക്ഷെ എന്റെ കോൺഫിഡൻസ് ആണ് എന്നെ അവിടെ എത്തിച്ചത്. അല്ലാതെ ഞാന് എന്നുള്ളൊരു വ്യക്തി അതിന് ഭയങ്കര പക്ക എന്ന് പറഞ്ഞ് എത്തിയതൊന്നുമല്ല. എന്റെ കോൺഫിഡൻസും എന്റെ മനക്കട്ടി, അതാ വിൽ പവർ. അത് ശരി. PCR ഇരുന്ന് ചോദിക്കുന്ന ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ എന്താണ് വഴിയെന്ന്? ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേറെ ഒന്നുമല്ല, ക്ലബിലെ മെമ്പർഷിപ്പ് എടുക്കുക. ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ക്ലബിന്റെ മീറ്റപ്പുകൾ കോൺടാക്ട് ചെയ്യാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലബിന്റെ പേജ് ഉണ്ട്, അതുവഴി മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമോ എങ്ങനെ വേണോ നമുക്ക് മെസ്സേജ് അയച്ചോ എങ്ങനെയാണെന്നാലും കോൺടാക്ട് എടുത്ത് വിളിച്ച് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. ഇപ്പൊ നമ്മൾ മീറ്റപ്പുകൾ വെക്കാറുണ്ട്. മാസത്തിൽ ഒരു മീറ്റപ്പ്, ഒരു റൈഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീറ്റപ്പിന് വന്ന് നമുക്ക് സംസാരിച്ച് അങ്ങനെ. ഈ ഒരു 2 വീലറിലെ പ്രത്യേകിച്ച് ഈ ബുള്ളറ്റിലൊക്കെ ഇത്രയും ലോങ് പോവാന്ന് പറയുന്നത് അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു യാത്ര ആയിരിക്കില്ലല്ലോ അല്ലേ? പൈസ അതെ, ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ എന്റെ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം എനിക്കിപ്പോ സത്യം പറഞ്ഞ ഓൾ ഓവർ ഇന്ത്യയിൽ എന്റെ ഈ ആദ്യ കൈലാസ് യാത്രയില് ഞാൻ റൂം എടുത്തിട്ടുള്ളത് 3-4 സ്ഥലത്ത് മാത്രം. ഈ 50 ദിവസത്തെ റൈഡില് 50 ദിവസത്തെ റൈഡില് ഞാൻ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ് വരെ ഞാനൊരു ടീമിന്റെ ഒരു റെക്കോർഡ് അറ്റംപ്റ്റിനാണ് ഞാൻ റൈഡ് ചെയ്തത്. എന്റെ കൂടെ 46 ജെന്റ്സ് ഉണ്ട്. ഞങ്ങൾ 2 ലേഡീസ്, 2 ട്രിവാൻഡ്രംകാരികളാ. പുള്ളിക്കാരി ബാംഗ്ലൂരില് വർക്ക് ചെയ്യുന്നുണ്ട്, വന്ദന. ഞാന് വർക്ക് ഇത് തന്നെയൊക്കെയാണ് എന്റെ വർക്ക് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ 2 പുള്ളിക്കാരി എന്നെ മോട്ടിവേറ്റ് വന്നതാണ് കേട്ടോ. അപ്പോ അവിടെ നിന്നാണ് ഞാൻ എന്റെ ഈ അടുത്ത യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് ഈ ആന്ധ്രാപ്രദേശ് വരെയുള്ള ടൈം ഗ്രൂപ്പിന്റെ കൂടെ ആയതുകൊണ്ട് ഗ്രൂപ്പ് ഷെയറിംഗ് ആണ്. അപ്പൊ എനിക്ക് അവിടെ ബോയ് എന്നോ ഗേൾ എന്നോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം മാനേജറുണ്ട്, പിന്നെ വെപ്പാവിന്ന് എല്ലാരും വിളിക്കും, വിജീഷ് വെപ്പി പറയും ഷൈനി ഇന്ന ആളുടെ കൂടെയാണ് റൂമിൽ. അപ്പൊ ആരെന്നോ എന്തെന്നോ അറിയത്തില്ലാത്ത റൂമിലായിരിക്കും ചെന്ന് കിടന്നുറങ്ങുന്നത്. ഞാൻ ആദ്യമേ ചെന്നിട്ട് പറയും എനിക്ക് ലെഫ്റ്റ് സൈഡാണ് പറ്റിയത്, ഞാനിവിടെ കിടന്നോളാം, നിങ്ങള് അപ്പുറത്ത് എന്നുള്ള രീതിയിൽ. എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എല്ലാവരെയും അങ്ങനെ സഹോദരങ്ങൾ ആ ഒരു ലെവലിലേക്ക് കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതി കാണുന്ന വ്യക്തിയുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞാനങ്ങ് ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും
വരാറില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് അപ്പൊ ഇത്രയും ദിവസം മാത്രമേ അവരുടെ കൂടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ മാക്സിമം നോക്കുന്ന വെച്ചാൽ എന്റെ ഫ്രണ്ട്സിന്റെ വീട് എവിടെയൊക്കെയുണ്ട്, അപ്പൊ എനിക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ ഇനി കാണാനുണ്ട്, ഇതൊക്കെ നോക്കി ഞാൻ കണക്ട് ചെയ്തായിരിക്കും നല്ലൊരു പ്ലാനിങ് വേണം അല്ലേ? പ്ലാനിങ് വേണം. ഇത് ആദ്യത്തെ റൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉംലിംഗ്ല പോയതായിരുന്നാലും ഖർദുംഗ്ല, സ്പീറ്റി, അതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. പ്ലാൻ ചെയ്ത് തന്നെ പോയതാ. അതായത് നമുക്ക് ഇത്ര മണിക്കൂറിൽ ഈ സ്ഥലം കവർ ചെയ്തിരിക്കണം. സമയം ഒരിക്കലും നമുക്ക് എത്താൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് സമയത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോ എത്താതിരിക്കപ്പെട്ട സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ എങ്കിലും നമ്മുടെ മൈൻഡിൽ കാണും, എനിക്കിപ്പോ ഈവൻ ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കൊച്ചിയിൽ ഇന്ന ആളിന്റെ വീട്ടിലെത്തണം, അതെന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റൈഡ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള മോർണിംഗിലെ ടൈമിൽ ഞാൻ ഇറങ്ങും. അപ്പൊ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കണക്ട് ചെയ്ത് അത് കണ്ടിട്ടായിരിക്കും അവരുടെ വീട്ടിൽ ഞാൻ എത്തുന്നത്. ഇനി ഒന്നും കാണാനില്ലെങ്കിൽ എനിക്ക് റൈഡ് മാത്രമേ ലക്ഷ്യമുള്ളൂ എങ്കിൽ എനിക്ക് ആ ഡെസ്റ്റിനേഷനിൽ മാത്രം എത്തിയാൽ മതിയെങ്കിൽ ആ സ്ട്രെയിറ്റ് ഞാൻ അവിടെ പോകും. പിന്നെ എനിക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ചായ കുടിക്കാനുള്ള ബ്രേക്കും പെട്രോൾ അടിക്കാനുള്ള ബ്രേക്കും ടോയ്ലറ്റിന്റെ ബ്രേക്കും മാത്രമേ വരാറുള്ളൂ. ഈ നമ്മൾ നോർത്തിലൊക്കെ പൊതുവെ ഈ ലോങ് ഡ്രൈവ് പോകുമ്പോഴേ ഈ സ്ത്രീകൾക്ക് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമോ? ഇല്ല, മിക്കവാറും ഒക്കെ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഏതെങ്കിലും പാറയുടെ ഇടയിലോ മരത്തിന്റെ മൂട്ടിലോ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ 2 യാത്രയൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇതങ്ങ് മാറിക്കിട്ടും. എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ അവസരമുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ റൈഡിൽ തന്നെ എനിക്ക് വന്ന ഏറ്റവും വലിയ ട്രോള് എനിക്ക് പിന്നെ ഈ ഇതുണ്ടല്ലോ ഓക്സിജൻ കുറഞ്ഞിട്ട് എനിക്ക് ലൂസ് മോഷൻ വന്നു, തലകറക്കം വന്നു, വൊമിറ്റിംഗ് വന്നു. അപ്പൊ ഈ ലൂസ് മോഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല, പോകുമ്പോ കാണുന്ന പാറയുടെ ഇടയിൽ നിന്ന് ചിന്തിക്കുമ്പോ ഓടിച്ചെന്ന് അവിടെ അങ്ങ് ഇരിക്കും. ടിഷ്യൂ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളേ രക്ഷയുള്ളൂ. ഇത് കൊണ്ടുപോകും തിരിച്ചു വരും. പക്ഷെ അവിടെ ഇരുന്നിട്ട് പിന്നീട് ഇതെല്ലാം കഴിയുമ്പോഴേക്കും നോക്കുമ്പോഴത്തേക്ക് ആ സൈഡിൽ നിന്ന് റോഡ്, ഈ സൈഡിൽ നിന്ന് റോഡ് കാണുന്നത്. പക്ഷെ എന്റെ കൂടെ വന്ന 2 പേര് മാത്രമേ എന്നെ ഈ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ട്രോളിയും എന്നെ മോശക്കാരിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്റെ കൂടെ വന്ന ആൾക്കാര് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ ഫോട്ടോ എടുത്തിട്ടോ, പ്രശ്നമില്ല. ഈ റൈഡേഴ്സ് ആവുമ്പോഴേ കൂടെ വന്ന ആളുകൾക്ക് റൈഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും റൈഡേഴ്സ് അല്ല. ഈ റൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും റൈഡേഴ്സ് ആയിട്ട് കാണില്ല. അങ്ങനെ റൈഡിൽ നിൽക്കുന്നവർ വളരെ ചുരുക്കം പേരും അതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ. സത്യത്തിൽ ഞാനിന്ന് കാണുന്നതും പെൺകുട്ടികളിൽ കൂടുതലും കാണുന്നത് ഷോ ഓഫ് റൈഡേഴ്സ് ഇഷ്ടമാതിരിയാണ്. റിയൽ റൈഡേഴ്സ് വളരെ കുറവാണ്. ഞാൻ അതാണ് പറയാൻ വന്നത്. ചേച്ചിയുടെ ഇൻസ്റ്റയും സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഒക്കെ നോക്കിയാലുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളും യാത്രകളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്, ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ആളാണ്. പക്ഷെ അതിന്റെ ഒന്നും വലിയ അവശേഷിപ്പുകളൊന്നും ഈ ഹാൻഡിലുകളിലൊന്നും ഇല്ല. കാര്യം ഞാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ച് പുഷ് ചെയ്താണ് ഞാൻ ഇത്രയെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് കാര്യങ്ങൾ എന്നെ എല്ലാവരും വഴക്ക് പറയും, നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ. പക്ഷെ എനിക്കത് ഇപ്പോഴും ചിലപ്പോ അങ്ങനെ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ഞാനൊന്നും സെൽഫ് മാർക്കറ്റിംഗ് ഒരു ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് ചേച്ചി. പക്ഷെ ഞാനത് ഇപ്പോഴാണ് ഓർത്തു തുടങ്ങിയപ്പോഴത്തേക്കും 40 വയസ്സായി. പക്ഷെ എന്ന് പറഞ്ഞ് ഞാനും പിന്മാറത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇനിയും തുടങ്ങാം. എനിക്ക് 40 ആയിട്ടുള്ളൂ. മൈൻഡ് കൊണ്ട് ഞാൻ അതിലും വളരെ താഴെയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ ഭയങ്കര മടിച്ചിയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരു ചോദ്യം എന്റെ അടുത്ത് ഒന്നല്ല, ലാസ്റ്റ് അടുക്കളയിൽ കയറി എന്നാണ്. അപ്പൊ ഞാൻ പറയാം, എന്റെ അമ്മ ഉള്ളിടത്ത് അവിടെ ഉള്ളിടത്തോളം എനിക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ ഒരു നേരം ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ചോറ് മതി, കറികൾ നിറയെ വേണം. പിന്നെ രാവിലെ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ, ഒരു ചായയോ 2 റസ്കോ അല്ലെങ്കിൽ ഒരു ബ്രെഡോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഈ ഡയറ്റ് മനഃപൂർവ്വം കീപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് അത്ര ഇറങ്ങുന്നുള്ളൂ. ശീലമായി പോയി. യാത്രകളൊക്കെ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റണം എന്നില്ലല്ലോ അല്ലേ? എന്നെ കളിയാക്കാറുണ്ട് ഫ്രണ്ട്സ്. ഇന്നലെ തന്നെ ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും പ്രണവും കൂടെ ഞങ്ങൾ ഇന്നലെ കഴക്കൂട്ടത്ത് ചായ കുടിക്കാൻ പോയപ്പോ അവിടെ ചെന്ന് ഞങ്ങൾ രാത്രി നൂഡിൽസ് വെച്ച് ലാസ്റ്റ് ഞാനത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഒരു കായ്പോൾ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ഈ വാങ്ങിച്ച ഭക്ഷണം നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇത് കഴിച്ചിട്ട് പോകാമെന്നുള്ള ലെവലിൽ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി. കാരണം എനിക്കത് ഭയങ്കര ഫുഡ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. കട്ടൻ കുടിക്കും ലൈറ്റ് ആയിട്ട്, അങ്ങനെ അത് ഭയങ്കര ഹെവി ആയിട്ടല്ല. പക്ഷെ എനിക്ക് ചായ നിർബന്ധം. ചായ ഭയങ്കര. ഞങ്ങൾ രണ്ടും ഇത്രയധികം ഫ്രണ്ട്സ് ആവാൻ കാരണം തന്നെ
നിങ്ങൾ ചായപ്രേമികളാണ് നിങ്ങൾ ഈ രണ്ടുപേരും. ഗ്യാങ് എന്നും ചായ കുടിക്കാറുണ്ടോ? എന്നും ഞാൻ ഒന്നേ ഞാൻ സ്ഥലത്തില്ലാതാവണം, അല്ലെങ്കിൽ അവര് സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങളതൊരു അവർ രണ്ട് ബ്രദേഴ്സാണ്. അപ്പൊ അവർ രണ്ട് ഞങ്ങള് മൂന്നും കൃത്യമായിട്ട് എല്ലാ ദിവസവും കാണും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അതിനകത്തുള്ള കുറെ പേരുണ്ട്. നിങ്ങളുടെ മെയിൻ വൈബിംഗ് പോയിന്റ്സ് എവിടൊക്കെയാ? ഇവിടെ കോളം മലബാർ വൈറ്റ്സ് വൈകുന്നേരം ഒരു 9:30 ആകുമ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ആക്ച്വലി ആ പോയിന്റ് വരാൻ ഒരു റീസൺ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം താമസിച്ചിരുന്ന ശാസ്തമംഗലത്താണ്. അപ്പൊ ശാസ്തമംഗലത്തായിരുന്ന ഒരു ടൈമില് എന്നെ കാണാൻ ആർക്കെങ്കിലും വരണമെങ്കിൽ ഇവിടെ വരെ വന്നാൽ മതി. അപ്പൊ അവിടെ എനിക്ക് രാത്രി പകലും എന്നുള്ള എനിക്ക് അങ്ങനെ ബോയ്സ് ഗേൾസ് ഇതും ഇല്ലാത്തതുകൊണ്ട് ഏത് സമയത്താണ് എന്റെ വീട്ടിൽ ആൾക്കാർക്ക് വരാം. അപ്പോ എന്നെ കാണാൻ വരുന്ന ഒരു 11, 12, 1 മണിക്ക് വന്നാലും ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് തിരുമലയിലോട്ട് പോയപ്പോ എനിക്ക് അമ്മ 8:30 ഉറങ്ങുന്ന വ്യക്തിയാണ്. ഒന്ന് അതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തിരുമല വരെ വരാൻ ഇപ്പൊ ലോങ്ങിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇപ്പൊ കൊച്ചിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ ഒരു റൈഡർ വന്നിട്ട് ഒരു വീണ്ടും തിരുമല വരുമ്പോഴത്തേക്ക് അത് വീണ്ടും അകത്തോട്ടാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ സിറ്റിയിലോട്ട് ഇറങ്ങും. അപ്പൊ വൈകുന്നേരം ആവുമ്പോ അത്യാവശ്യം പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഞാൻ പറയും എടാ ഞാൻ ഇന്ന സ്ഥലത്ത് കാണും, അവിടെ വന്നാൽ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ അവിടെ പോയി നിന്ന് ഞങ്ങളുടെ സ്പോട്ടപ്പായി. അപ്പൊ ഞാനിപ്പോ അവരുടെ കൂടെ നിന്നാലും എന്നെ കാണാൻ വരുന്നവരോട് അവരുടെ സംസാരിക്കും, ഞാൻ ഇവരുടെ കൂടെ ചായ കുടിയും കാണും. ഒരു ഏകദേശം 1 മണിയാകുമ്പോ കട പൂട്ടും. അവിടെ പൂട്ടുമ്പോ സുലൈമാനി. അമ്മയ്ക്ക് ട്രിപ്പ് ഒക്കെ ഇഷ്ടമാണോ? അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ അമ്മ ആരോഗ്യപരമായിട്ട് ഭയങ്കര മോശമാണ്. 2 അറ്റാക്കൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടും. പക്ഷെ അമ്മ ഭയങ്കര രസമാണ് കേട്ടോ. അമ്മ ഭയങ്കര സപ്പോർട്ടും പോസിറ്റീവ് ഒക്കെയാണ്. അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അതായത് നിങ്ങൾ ആകപ്പാടെ പൊന്മുടി മാത്രമേ പോയിട്ടുള്ളൂ, അമ്മയായിട്ട് അല്ലാതെ പോയിട്ടില്ല. ഇനി ചേച്ചിക്ക് പോവാൻ ആഗ്രഹമുള്ള, അതായത് ഇപ്പം അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ലഡാക്കിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു, മോന്റെ കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ കാണണം എന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല, പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നീണ്ടു പോയ ഒരു സ്ഥലം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോർത്ത് ഈസ്റ്റ് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നീണ്ടു പോകുന്നുണ്ട്. അതിന്റെ സീസൺ വരുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ പൈസ കാണത്തില്ല. ഇപ്പം ഞാനൊരു ലഡാക്ക് പോകുന്ന സമയത്ത് പോകാൻ നോക്കുമ്പോ അവിടുത്തെ സീസൺ അതല്ല. അങ്ങനെ അത് കുറെ പ്രാവശ്യമായിട്ട് മിസ്സാവുന്നുണ്ട്. പിന്നെ ലക്ഷദ്വീപ്, അവിടെ എനിക്ക് പോകണമെന്നുണ്ട്. അതും ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ചിന്തയാണ്. ഞാനെന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് എന്താ പറയാനാ, കൂടുതലും എനിക്ക് കിട്ടുന്ന പൈസയല്ല എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറയാൻ പറ്റും ഞാനെല്ലാം തന്നെ പെട്രോൾ അടിച്ച് തീർക്കണമെന്ന് പറയാൻ പറ്റും. കൂടുതൽ എന്റെ പൈസ ചെലവാകുന്ന എല്ലാം പെട്രോൾ അടിച്ച് പോകുന്ന രീതിയിലാണ്. ഈ സീസണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പം മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില് ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ വരാറുണ്ട്. നമ്മൾ സ്ഥിരം വാർത്തയെ കേൾക്കുന്നതാണ് ഇവിടുന്ന് പോയ ടൂറിസ്റ്റുകളൊക്കെ കുടുങ്ങിപ്പോയി. അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ മണിക്കൂറോളം അങ്ങനെ പെട്ടു നിന്നിട്ടില്ല. മീൻസ് ഒരു ദിവസമൊന്നും അങ്ങനെ പെട്ടു നിന്നിട്ടില്ല. 4-5 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടു നിന്നിട്ടുണ്ട്. ഞാനും മോനുമായിട്ട് ലാസ്റ്റ് പോയ സമയത്ത് ഇവിടെ അല്ല ദിവസം നിന്നിട്ടുണ്ട്. ആദ്യകൈലാസിൽ പോയ സമയത്ത് നിന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ സ്പിറ്റി വാലിയില് ഇവിടെ ലാസ്റ്റ് വില്ലേജ് ഉണ്ടല്ലോ ചിത്കുള്, പോകുന്ന വഴിക്ക് ഞങ്ങൾ ലൈവില് എന്തോ നമ്മളൊക്കെ രക്ഷപ്പെട്ടതായിരിക്കാം. ലൈവിൽ ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് കാണുന്നത് പാറയെല്ലാം ഇങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കുന്ന രംഗമാണ്. അപ്പൊ ഞാൻ അവിടെ നിന്നൊരു ലൈവൊക്കെ പോയായിരുന്നു, ഞാൻ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ റേഞ്ചൊക്കെ വളരെ കുറവാണ്. പക്ഷെ അതങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും തമാശ ഉണ്ടായ യാത്രയും ഈ ആദികൈലാസ് യാത്ര തന്നെയാണോ? രസകരമായ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അതായത് തമാശ വരാൻ കാരണം ഞാൻ ആന്ധ്രാപ്രദേശ് വരെയാണ് എന്റെ ഈ റൈഡ്. ഓക്കെ, പ്രീ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ? അല്ല, അത് പ്രീ പ്ലാൻഡ് അല്ല. അപ്പൊ എന്റെ മോൻ അതിന് കുറച്ച് ദിവസം മുമ്പേ നാട്ടിൽ വന്നു, വെക്കേഷന് വന്നപ്പോ തിരിച്ചു പോയപ്പോ അവന്റെ ചപ്പൽ എടുത്തില്ല, കുറെ അവൻ ടീഷർട്ടൊക്കെ മറന്നിട്ട് പോയി. അപ്പൊ ഞാൻ വെറുതെ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് പാവം കൊച്ചിന് ചപ്പലില്ല, ഞാൻ ചപ്പൽ പൊതിഞ്ഞ് ബാഗിനകത്ത് വെച്ചു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞേടി അവനൊരു ചപ്പല് വാങ്ങിച്ചിടാൻ ഇത്ര ആവത്തില്ല. അപ്പൊ എന്റെ മോനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അമ്മ 150 രൂപയുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ഇടാണ്ട് ഒരു ചപ്പല് മേടിക്കാം. അമ്മ ഇനി 3 കിലോമീറ്റർ കഷ്ടപ്പെട്ട് മോന്റെ അടുത്ത് സ്നേഹം. ഞാൻ ഇല്ലടാ ചിലപ്പം വരാൻ പറ്റിയാൽ നിനക്ക് തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഡയലോഗ് അടിച്ച് ഞാൻ ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ യാത്ര പോയി. പക്ഷെ ഇത് ആരും അറിയുന്നില്ല ഞാൻ ചപ്പല് കൊണ്ട് പോകുന്ന യാത്രയാണ്. പോകുന്ന ദിവസം ആദ്യത്തെ ദിവസം രാത്രിയായപ്പം സാദിഖ്, കഴിഞ്ഞ വർഷത്തെ തന്നെ എന്റെ ഈ റോഡ് ടു റെക്കോർഡിൽ എന്റെ പേരാണ് സാദിഖ്. അപ്പൊ അവൻ റൂമിൽ വന്ന് പറഞ്ഞു ചേച്ചി എനിക്കൊരു ചപ്പല് വാങ്ങണം, ഞാൻ ഈ പ്രാവശ്യം ചപ്പൽ എടുത്തില്ല. അപ്പൊ ഞാന് അറിയാതെ എന്റെ ഉൾവിളിൽ ഞാൻ പറഞ്ഞു എടാ നീ ചപ്പല് വാങ്ങണ്ട, തൽക്കാലത്തേക്ക് ചപ്പല് വേണമെങ്കിൽ ഞാൻ തരാം, മോന്റെ ചപ്പല് മോന്റെ എപ്പോഴും ചപ്പല് തരാമെന്ന്. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ എവിടെ നിന്ന്? അപ്പോഴും ഞാൻ പറഞ്ഞാടാ
അവന്റെ ചപ്പൽ അവൻ മിസ്സായി, പറ്റുമെങ്കിൽ ഈ വഴിക്ക്. ഇവനത് ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞു അങ്ങനെ എല്ലാരും പറഞ്ഞിട്ട് പറഞ്ഞു, ആ അമ്മ മോന് ചപ്പലും കൊണ്ട് പോവാണെന്നുള്ളൊരു വാർത്തയിലൊന്നും. ആക്ച്വലി ഞാൻ ചപ്പല് കൊടുത്തിട്ടേ വന്നുള്ളൂ. ആ ചുരുക്കി പറഞ്ഞ യാത്ര ചെയ്യാനുള്ള ഒരു ചാൻസ് എവിടെ ഉണ്ടോ അത് എവിടെ ഉണ്ടോ അതെല്ലാം മിസ്സാക്കത്തില്ല, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ കാരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കും. കാരണം കണ്ടുപിടിക്കും. ഇത് എല്ലാവർക്കും അറിയാം എന്റെ എല്ലാ കള്ളത്തനങ്ങളും. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല രീതിയിൽ അറിയാം. അവൾ എന്തെങ്കിലും ഒരു നാടകം ഉണ്ടാക്കി, അവൾ അതിനൊരു പേരും ഉണ്ടാക്കി അവളങ്ങ് പോകുന്നുള്ള രീതിയിൽ അവരെന്റെ അടുത്ത് പറയാറുണ്ട്. കേരളത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്പോട്ട് ഏതായിരിക്കും? നെട്ടയും പൊന്മുടിയും. ഇവിടെ തന്നെ അവിടെ നെട്ടില് നല്ല ഫുഡ് കിട്ടും. മീൻസ് എനിക്ക് കപ്പ, മീന്, ഞാൻ ഭയങ്കര മീൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മീന്. ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നാട്ടിൻപുറത്തുള്ള ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കുടിക്കാനൊക്കെ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് പോവാറുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടോ? നേപ്പാൾ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും സമയം വരുമ്പോ പൊതുവെ എല്ലാരുമേ ഈ ട്രിപ്പൊക്കെ പോവാൻ വേണ്ടിട്ട് ആലോചിക്കുമ്പോ തന്നെ ആദ്യം ലണ്ടൻ, പാരീസ്, അല്ല കുറച്ച് കാശ് കിട്ടിയാൽ തന്നെ നമ്മൾ അതുപോലെ കുറച്ചുകൂടെ ഫാൻസി ആയിട്ടുള്ള യാത്രകളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ചേച്ചിക്ക് ഈ ബൈക്ക് റൈഡിംഗ് എന്നുള്ള ഒരു പാഷൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും കൂടുതൽ സ്ഥലങ്ങൾ കാണണം, എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ അതിനനുസരിച്ച് അതിനത്രയും ബഡ്ജറ്റ് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതിനത്രയും ദിവസങ്ങള് എല്ലാം കൊണ്ടും സെറ്റായി വരണമെങ്കിൽ ടൈം എടുക്കും. അപ്പൊ അതെനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ടൈം വരുമായിരിക്കും. അതുവരെ എനിക്കങ്ങനെ എടുത്തു ചാടി എനിക്ക് നാളെ തന്നെ പോകണമെന്നുള്ള ഒരു ചിന്തയില്ല. എനിക്കുള്ള ടൈം എനിക്ക് വരും. ആ ടൈമില് ഞാനത് മാക്സിമം യൂസ് ചെയ്യും. അതെനിക്കറിയാം. കാരണം ഈ വണ്ടി തന്നെ ഞാൻ സ്വന്തമാക്കുന്നത് എന്റെ UKG ക്ലാസ്സിൽ എന്റെ മോഹമാണ്, അല്ലെങ്കിൽ എന്റെ UKG ക്ലാസ്സിലെ ഡ്രീമാണ് എനിക്ക് ഈ വണ്ടി, അല്ലെങ്കിൽ എനിക്കൊരു ബുള്ളറ്റ് സ്വന്തമാക്കണം എന്നുള്ള ആ ആഗ്രഹം എന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ആക്കണമെങ്കിൽ ഞാൻ വളർന്നതോടൊപ്പം തന്നെ എന്റെ സ്വപ്നങ്ങളും വളർന്നതാണ്. എല്ലാവരും സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും, ഇല്ലെങ്കിൽ ഒരു കല്യാണം കഴിയുമ്പം അവരുടെ ബോർഡർ ആവും എല്ലാം. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് ബോർഡർ ഇടാൻ നേരല്ല. എന്തിനു നമ്മൾ കള്ളം പറയുന്നത്? ഞാനൊരു തന്നെ സാധാരണ ഇപ്പൊ എല്ലാ കുടുംബത്തിനും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോ ഇപ്പൊ ഈ ഫാമിലി, ഞാൻ ഈ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അപ്പൻ അമ്മ നമ്മുടെ ആ ഒരു സുവർണ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോകുമ്പോ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ ഇപ്പൊ വന്ന് ചോദിക്കുമ്പം ചിലപ്പോ പാരന്റ്സ് തന്നെ ആയിരിക്കും പറഞ്ഞ, നീ വണ്ടി ഓടിക്കണ കാര്യം പറയരുത്, നീ റൈഡ് പോണ കാര്യം പറയരുത്. നമ്മളെ ഒളിച്ചു വെച്ചിട്ട് നമ്മുടെ വേറൊരു രൂപമല്ലേ മറ്റുള്ളവരടുത്ത് കാണിക്കുന്നേ. അത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആരാണെന്നുള്ളത് പറഞ്ഞിട്ട് എന്തിനാ വ്യക്തിയെ നമ്മൾ പറ്റിക്കുന്നത്? ഈ വരുന്ന വ്യക്തി ചിന്തിക്കുന്ന ഇതായിരിക്കും, ഇവളെ ഈ ആൺപിള്ളേർക്ക് അവർക്കൊരു കോൺസെപ്റ്റ് കാണും, എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനെ വേണം, അവരുടെ കോൺസെപ്റ്റ്. പെണ്ണും അതുപോലെ ചിന്തിക്കും, എനിക്ക് ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലെ ആള് വേണം. പക്ഷെ ഇവിടെ പെണ്ണ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പകുതിയും മറച്ചു വെക്കും. ഞാനിതാണ്, ഇപ്പം പിന്നെ വണ്ടി ഓടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും. ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവരത് ചിന്തിക്കും, ഇത് വേണോ വേണ്ടേന്ന് ചിന്തിക്കും. എന്നിട്ട് മതി. പിന്നെ അവിടെ ചെന്നിട്ട് നാളെ ഒരു ദിവസം ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ് അവരൊന്ന് മിങ്കിളായി എല്ലാം വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സുപ്രഭാതത്തിൽ അവള് ചിന്തിക്കുന്നത്, എന്റെ കരിയർ ഞാൻ കളഞ്ഞു, എന്റെ സ്വപ്നങ്ങൾ ഞാൻ തകർത്തു, എല്ലാം നിനക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന് വേണ്ടി. രണ്ടുപേരുടെ മുന്നിലും പഴി ചാർത്താറുണ്ട്. ഒരു ആവശ്യമില്ല. ഇത് ആദ്യമേ തന്നെ പറഞ്ഞ അദ്ദേഹത്തിന് എന്തിനു പറ്റിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളായി തന്നെ നിൽക്കുക, നമ്മൾ എങ്ങനെയാണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ നമുക്കൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ എന്റെ കരിയർ പോയി, അല്ലെങ്കിൽ എന്റെ സ്വപ്നം എനിക്ക് നടത്താൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളത് നമ്മുടെ എക്സ്ക്യൂസസ് ആണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ വിചാരിച്ച് അതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു വലിയ, ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോഴത്തേക്ക് അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് പറ്റാത്തതാണെങ്കിൽ അവർ വിട്ടുപോയി, ഇല്ല എങ്കിൽ അവരെ കൊണ്ട് പറ്റിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരത്. പിന്നെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 100 എടുത്താൽ ഒരു 25 പേരും അങ്ങനെയാണെങ്കിൽ 75 പേരും സമ്മതിക്കാത്തവരാണ്. 25 പേര് ചിലപ്പോൾ 25ഒക്കെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഒരു 100-ൽ 5 ആണുങ്ങളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള. നമ്മളെന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഒന്ന് ഒളിക്കാൻ നിൽക്കരുത് എന്നുള്ളത്. ചേച്ചി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയമാവുകയാണ്. നമുക്ക് ഈ ബുള്ളറ്റ് കയറി അങ്ങ് പോയാലോ? ഞാനിതെല്ലാം എടുത്തിടണം. അതെ, ഇട്ടോളൂ. ചേച്ചി, അപ്പം ഞാൻ ഒരു കാര്യത്തോട് ചോദിക്കട്ടെ. അതായത് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അതായത് ഈ ബുള്ളറ്റ് പരിശീലിപ്പിക്കുക, അവർക്ക് തന്നെ യാത്ര പോകാനുള്ള ഒരു പ്രചോദനമാകുക, അല്ലെങ്കിൽ അതിനൊരു വഴി ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ക്ലബ്ബ് തുടങ്ങുന്നത്. അതേപോലെ ഇനി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആശയം മനസ്സിലുണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ഈഗോ ഇല്ലാത്ത ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാല് എന്താ പറയാനാ, ഇനി ഇവരെല്ലാരെയും കൊണ്ടൊന്ന് ലഡാക്കും ഇവരുടെ സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ ഒരു നല്ല പിന്നെ എന്താ പറയാനാ, ഈ ട്രെയിനിങ് സ്കൂള് പോലെ, അതായത് ലേഡീസിന് മാത്രം അങ്ങനെ ഒരു സ്വപ്നം എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇപ്പം, പക്ഷെ അത് അത്രയും എന്റെ ടൈമിനനുസരിച്ചൊക്കെ മാത്രമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ അത് മാറ്റിയിട്ട് ഒരു ട്രെയിനറെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ കുറച്ചുകൂടി അതൊന്ന് വിപുലീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, അതെന്തായാലും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉറപ്പായിട്ടും. അപ്പൊ ദേ പിന്നെ ഒരു ടൂർ കമ്പനി അത് മനസ്സിലുണ്ട്. അത് ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ആഗ്രഹമുള്ള ആളുകളെ എനിക്ക് ലേഡീസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ലേഡീസിനെക്കാളും കോൾ വരുന്ന ബോയ്സിന്റെ അതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. രണ്ടുപേരെ മിങ്കിൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നേ ഉള്ളൂ. കാരണം അതൊരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ അവരുടെ സ്പീഡ് ഇവരുടെ സ്പീഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ അയൺ ലേഡി, ബുള്ളറ്റ് ലേഡി ഷൈനി ചേച്ചിയാണ് നമ്മളോടൊപ്പം ഇത്രേ സമയം സ്പെൻഡ് ചെയ്തത്, നമ്മളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതും. അപ്പൊ നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനും കൂടി ചേച്ചിയുടെ കൂടെ വന്നോട്ടെ? വന്നോ. ഹെൽമെറ്റ് ഇല്ല, ഞാൻ കുറച്ചു ദൂരെ കൊണ്ടുപോകുള്ളൂ. മതി, ഇനി അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടാ മതി. ചായക്കട വരെ ചായക്കട വരെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാം. ചായക്കട വരെ കൊണ്ടുപോകാൻ കയറിക്കോ. ചവിട്ടി കയറിക്കോ. ഞാൻ കയറട്ടെ? ചവിട്ടി കയറിക്കോ. അപ്പം മറ്റൊരു അതിഥിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ. ബൈ.